സ്തോത്രം ചെയ്യുന്നു. നിന്റെ വിലയേറിയ സാന്നിധ്യത്തിൽ ഇരിക്കാൻ നീ ഞങ്ങളെ വിളിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തൊട്ടനുഭവിക്കാൻ പാകത്തിൽ ഒരു മനുഷ്യൻ സ്പർശിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് ഇതുവരെയും ഞങ്ങളെ സ്പർശിച്ചുകൊണ്ടിരുന്നല്ലോ. എല്ലാ മുറിവുകളുടെ മുകളിലും ദൈവം എന്നിടാൻ പോകുന്ന അടിസ്ഥാനങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതൊരു റീഫർമേഷൻ്റെയും ഒരു റീസ്റ്റോറേഷൻ്റെയും മീറ്റിംഗ് ആയ പരിശുദ്ധാത്മാവ് തീർക്കാൻ പോകുന്നതിനായി സ്തോത്രം. ചർച്ച ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശ്രേഷ്ഠ നിയോഗങ്ങളിലേക്ക് ചർച്ചിനെ പരിശുദ്ധാത്മാവ് പിക്ക് ചെയ്യുന്ന മണിക്കൂറുകളായിട്ട് മാറാൻ പോകുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിയോഗത്തിൽ നിന്ന് ഇതിനകത്ത് നിന്ന് ആളുകൾ എഴുന്നേൽക്കുന്ന പ്രവാചക അഭിഷേകവും വ്യക്തിപരമായ ദൈവിക ഇടപാടുകളുടെ അഭിഷേകങ്ങളും പ്രാപിക്കപ്പെടുന്ന മണിക്കൂറുകളായി ഈ മണിക്കൂറുകൾ മാറട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ അങ്ങേ വല്ലാതെ കൊതിക്കുക, ഞങ്ങൾ അങ്ങേ വല്ലാതെ ആഗ്രഹിക്കുക. അങ്ങ് ശുശ്രൂഷിക്കുന്നത് ഞങ്ങൾക്ക് ഒരുമിച്ച് അനുഭവിക്കണം. അങ്ങ് ഞങ്ങളെ ശുശ്രൂഷിക്കണം. കർത്താവ് ഞങ്ങളുടെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കണം. ശിരസിൻ്റെ മേൽ പുതപ്പ് വീഴുമ്പോൾ അടുത്ത് നിൽക്കുന്നവരെ ശ്രദ്ധിക്കാതെ അതിനെ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധാത്മാവ് അധികാരപ്പെടുത്തും. ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ നിമിത്തം മാനസിക സംഘർഷം അനുഭവിക്കുന്നവർ ഞങ്ങളെ കേൾക്കുന്നെങ്കിൽ തമ്പുരാൻ ഇന്നവരെ സുഖപ്പെടുത്തണം. നിന്റെ ജനത്തെ അനുഗ്രഹിക്കുന്നു. പാസ്റ്ററെ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. വർഷിപ്പ് ചെയ്ത് അങ്ങയുടെ ഭക്തന്മാരെ അനുഗ്രഹിക്കുന്നു. സഭയിലുള്ള ദൈവമക്കളെല്ലാം അനുഗ്രഹിക്കുന്നു. മഹത്വമെല്ലാം അങ്ങേക്ക് തരുന്നു. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. കൈയൊന്നുയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. സന്തോഷത്തോടെ ഇരുന്നാട്ടെ. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവകൃപയിൽ ആശ്രയിച്ച് നടത്തപ്പെടുന്ന ഈ മീറ്റിങ്ങിൽ എനിക്ക് നിങ്ങളെ ഇന്ന് ഈ വൈകിയവേളയിൽ ശുശ്രൂഷിപ്പാൻ ലഭ്യമായ അവസരത്തിനായിട്ട് ഞാൻ കർത്താവിനെ ഒത്തിരി സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവിൻ്റെ ദാസൻ സജി പാസ്റ്ററുമായിട്ടുള്ള സ്നേഹവും സൗഹൃദവും പ്രൈസുമായിട്ടുള്ള സൗഹൃദവും സ്നേഹവുമാണ് ഈ ചർച്ചിൽ പിന്നെയും എനിക്ക് ശുശ്രൂഷിക്കാൻ ഇപ്രകാരം അവസരം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് പാസ്റ്ററിന് പെട്ടെന്നൊരു മീറ്റിംഗാണ് ക്രമീകരിച്ചത്. വന്നെന്നറിഞ്ഞ സമയത്ത് ഇപ്രകാരം ഒരു മീറ്റിംഗ് ക്രമീകരിച്ച് എന്നെ സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്തതിൽ പ്രത്യേകിച്ച് പാസ്റ്ററുള്ള സ്നേഹത്തെ നന്ദി അറിയിക്കുന്നു. പരിചിതരും സുഹൃത്തുക്കളുമായിട്ടുള്ള ദൈവഭക്തന്മാർ പ്രത്യേകിച്ച് അവർക്ക് വന്ദനം പറയുന്നു. ഇന്നലെ ഒരുമിച്ച് ആയിരിക്കാൻ കഴിഞ്ഞ ദൈവദാസന്മാരുണ്ട്, അവരുടെ കുടുംബങ്ങളുണ്ട്, അവർക്ക് വന്ദനം പറയുന്നു. ഈ ചർച്ചിൽ ഞാൻ സ്നേഹിക്കുന്ന ദൈവമക്കളുണ്ട്, അവർക്ക് വന്ദനം പറയുന്നു. എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് കുറച്ച് സമയങ്ങൾ സംസാരിക്കാനുള്ള അവസരങ്ങളുണ്ടായി. ആ സമയങ്ങളിൽ ദൈവം ഇടപെട്ട ദൈവശബ്ദങ്ങൾ പലതും നിറവേറിയതായി കേൾക്കുന്നതിൽ അതിയായി സന്തോഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ പാസ് പറഞ്ഞ വാക്ക് അതുപോലെ തന്നെ ഞാൻ പറയുന്നു. ഭോഷ്ക്ക് പറയാൻ അവൻ മനുഷ്യനല്ല, പറഞ്ഞത് നിവർത്തിക്കാൻ അവൻ ജീവിക്കുന്ന ദൈവമാണ്. കർത്താവിൻ്റെ വലിയ സാന്നിധ്യത്തിൽ എനിക്ക് ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഹൃദയം കൊണ്ട് ഭയങ്കര സന്തോഷമായി. പാട്ടിൻ്റെ വരികളിലാണെങ്കിലും വർഷിപ്പിലാണെങ്കിലും ഒരു വ്യക്തി അടുത്ത് വന്ന് നിന്ന് നമ്മളെ സ്പർശിക്കുന്നത് പോലെ അത്ര കണ്ട ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനിടയായി. പ്രശംസാ വാക്കുകളായിട്ട് പറയുന്നത് ഇഷ്ടമില്ല, എന്നാലും ഇവിടെ വലിയ ദൈവ സാന്നിധ്യമുണ്ട്. വന്നവരാരും വെറുതെ പോകത്തില്ല. ദൈവം സ്പർശിക്കാത്ത ഒരു മനുഷ്യന് പോലും ഇതിനകത്ത് ഉണ്ടാകാതിരിക്കത്തില്ല. അതുപോലത്തെ ദൈവിക ഇടപാടുകളുടെ മണിക്കൂറുകളായി വരും മണിക്കൂറുകൾ മാറും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞാൻ സംസാരിക്കാൻ വേണ്ടി ഈ സമയങ്ങളിൽ കൂടുതലും പരിശുദ്ധാത്മ നിയോഗത്തിൽ സംസാരിക്കുന്നത് അകത്തെ മനുഷ്യനെ കുറിച്ചാണ്. അകത്തെ മനുഷ്യൻ, ഇന്നർ മാൻ, ഹൗ ടു ആക്ടിവേറ്റ് അവർ ഇന്നർ മാൻ. ആ സബ്ജക്റ്റാണ് കൂടുതൽ സമയങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ സ്റ്റേജിൽ പരിശുദ്ധാത്മ ഒരു മറ്റൊരു ചിന്ത പ്രസംഗിക്കാൻ എന്നെ ഫലമേൽപ്പിക്കുന്നു. പെട്ടെന്ന് ആത്മാവ് അതൊരു നിയോഗാത്മകമായി തന്ന സന്ദേശമാണ്.
അത് ഒത്തിരി ആളുകൾക്ക് ഗുണമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വയലും വിളിയും, അങ്ങനെ ഒരു സബ്ജക്റ്റ്, വയലും വിളി. ഞാനും ആദ്യമായിട്ടാണ് അതൊന്ന് പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. വയലും വിളി. വയലിലെ നിധി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, പക്ഷെ വയലും വിളിയും ആദ്യമായിട്ട് സംസാരിക്കുകയാണ്. രണ്ട് ഭാഗങ്ങൾ ബേസ് ചെയ്ത് അത് പറയാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും കൂടി കർത്താവിൻ്റെ മുമ്പാകെ ആയിരിക്കും. ഈ ചിന്തകൾക്കായിട്ടൊരു വാക്യം വായിച്ചൊന്ന് തുടങ്ങാൻ വേണ്ടി 1-2 വാക്യങ്ങളൊന്ന് വായിക്കാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളും, ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 26-ാമത്തെ വാക്യങ്ങളിൽ ഈ 2 വാക്യങ്ങളാണ് പ്രധാനമായിട്ടും വായിക്കാൻ ആഗ്രഹിക്കുന്നത്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. നിംഷിയുടെ മകനായ യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ട് അഭിഷേകം ചെയ്യണം. ആബേൽ മൊഹേലിയിൽ നിന്നുള്ള ശാഫാത്തിന്റെ മകനായ ഏലീശയെ നിനക്ക് പകരം പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യുകയും വേണം. ഹസായേലിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ യേഹു കൊല്ലും, യേഹുവിന്റെ വാളിന് തെറ്റിപ്പോകുന്നവനെ ഏലീശ കൊല്ലും. എന്നാൽ ബാലിന് മടങ്ങാത്ത മുഴങ്കാലും അവനെ ചുംബനം ചെയ്യാത്ത വായും ഉള്ളവരുമായി ആകെ 7000 പേരെ ഞാൻ ഇസ്രായേലിൽ ശേഷിപ്പിച്ചിരിക്കുന്നു. അടുത്ത വാക്യം. അങ്ങനെ അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു സാഫാത്തിന്റെ മകനായ ഏലീശയെ കണ്ടെത്തി. അവൻ 12 ഏർ കാള പൂട്ടി ഒഴിവിച്ചു കൊണ്ടിരുന്നു. 12ാമത്തേതിനോട് കൂടെ താൻ തന്നെത്താനായിരുന്നു. ഏലിയാവ് അവന്റെ അരികെ ചെന്ന് തൻ്റെ പുതപ്പ് അവൻ്റെ മേലിട്ടു. ഈ വാക്യത്തിനായിട്ടൊരു സ്തോത്രം പറഞ്ഞാട്ടെ. ഈ വേദഭാഗം ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ദൈവശബ്ദത്തിൽ ഇടപെട്ട ഒരു വേദഭാഗമാണ്. ഈ വേദഭാഗത്തെ ആസ്പദമാക്കി ഒത്തിരി പ്രസംഗങ്ങൾ നടത്താൻ അവസരങ്ങൾ കർത്താവ് തന്നിട്ടുണ്ടെങ്കിലും ഇതൊരു വിളിയോട് ബന്ധപ്പെട്ട്, ഇതൊരു പെട്ടെന്ന് അറേഞ്ച് ചെയ്തൊരു മീറ്റിംഗ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് പരിശുദ്ധാത്മ നിർണയത്തിൽ അറേഞ്ച് ചെയ്ത ഒരു മീറ്റിംഗ് ആയിട്ട് ഞാൻ ഇതിനെ കാണുകയാണ്. ഈ ലാസർ മരിക്കുന്ന സമയത്ത്, ലാസർ മരിച്ച ഉടനെ അവൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. യഹൂദന്മാരുടെ ചിന്തയിൽ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അവൻ്റെ ആത്മാവ് 3 ദിവസം കല്ലറകളിൽ തന്നെ ഉണ്ടാകും എന്നവർ കരുതുന്നു. പക്ഷേ ലാസർ മരിച്ചപ്പോൾ തന്നെ അവൻ്റെ ആത്മാവ് കർത്താവിലേക്ക് എടുക്കപ്പെട്ടു. സ്വർഗത്തിലേക്ക് ലാസർ കയറി ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കാൻ വേണ്ടി കർത്താവ് നിൽക്കുകയാണ്. അവൻ അത്ഭുതപ്പെട്ടു പോയി കാണും. താഴെ കണ്ട ആളുടെ മറ്റൊരു രൂപം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. തേജസ്സിൽ നിൽക്കുന്ന കർത്താവും ജഡത്തിൽ നിൽക്കുന്ന കർത്താവും. തേജസ്സിൽ നിൽക്കുന്ന കർത്താവ് അവനൊരു ഷെയ്ക്കാൻഡ് കൊടുത്ത് പ്രൈസിലോട് മോനെ വന്നാട്ടെ എന്ന് പറഞ്ഞ് അവനെ സ്നേഹത്തോടെ ഒന്ന് ഹഗ് ചെയ്ത് കാണും. ഇത് നിങ്ങൾ വായിച്ചാൽ കിട്ടത്തില്ല കേട്ടോ. ഒരു കർത്താവായിട്ട് തന്നെ പറഞ്ഞു കാണും, 4 നാൾ കഴിയുമ്പോൾ ഞാൻ കല്ലറയെ വന്ന് വിളിക്കും, അപ്പോൾ മര്യാദയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് വന്നേക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ലാസറിന് ഇച്ചിരി വചനമൊക്കെ അറിയാവുന്നതുകൊണ്ട് ലാസർ ചോദിച്ചു കാണും, കർത്താവെ മരിച്ചവർക്ക് അങ്ങനെ തിരിച്ചു വരാൻ പറ്റുമോ? കർത്താവ് പറഞ്ഞു കാണും, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, ഞാൻ വിളിക്കും, 5ാമത്തെ പകൽ പ്രഭാതത്തിൽ നീ പുറത്തു വന്നോളൂ. അത് സ്വർഗത്തിൽ പ്ലാൻ ചെയ്തതാണ്. 12ഓളം വരുന്ന ശിഷ്യന്മാർക്ക് അറിയത്തില്ലായിരുന്നു. മാർത്തയ്ക്കും മറിയയ്ക്കും ബെഥാനിയിലുള്ള ആളുകൾക്കും അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് 97ാമത്തെ മണിക്കൂർ യേശു ലാസറിനെ ഉയർപ്പിക്കാൻ പോയത്. ഇപ്പൊ സ്വർഗത്തെ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന പദ്ധതികളുടെ പൂർത്തീകരണം നടത്താൻ വേണ്ടി ദൈവമായിട്ട് തിരഞ്ഞെടുക്കുന്ന ചില പ്ലാറ്റ്ഫോമുകളുണ്ട്. ഈ പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ്. ഇത് പോസ്മോത്ത് ചർച്ച് ഓഫ് ഗോഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സജു പാസ്റ്ററുടെ മീറ്റിംഗ് അല്ല, രജിത് പാസ്റ്ററുടെ മീറ്റിംഗ് അല്ല, ഇത് പരിശുദ്ധാത്മാവിന്റെ മീറ്റിംഗ്. ഇവിടെ സ്വർഗത്തിൽ പ്ലാൻ ചെയ്തതേ നടക്കത്തുള്ളൂ. സ്വർഗത്തിൽ പ്ലാൻ ചെയ്തത് അടുത്ത മണിക്കൂറുകളിൽ നടക്കുമെന്നുള്ള ഉറപ്പ് ദൈവത്തിന്റെ പ്രവാചകനായി എനിക്കുണ്ട്. അത് തീർച്ചയായിട്ടും കർത്താവ് ഭംഗിയായി ചെയ്യും. പ്രവചനം എന്ന് കേൾക്കുമ്പോഴും പ്രവാചകൻ എന്ന് കേൾക്കുമ്പോഴും സ്വാഭാവികമായും ഒരു പ്രവാചകൻ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ പൊതുവെയുള്ള ആളുകളുടെ ഹൃദയത്തിൽ ഒരു ആഗ്രഹമാണ് തങ്ങളെക്കുറിച്ചുള്ള ഒരു ഭാവികാല സംഭവം എന്ന് കേൾക്കാനായിട്ടുള്ള ആഗ്രഹം. മെയിൻലി പറഞ്ഞാൽ പ്രോഫറ്റ് എന്ന് കേൾക്കുമ്പോൾ ദൂത് പറയുന്നവനായിട്ടാണ് ആളുകളുടെ ഇടയിൽ മൊത്തത്തിൽ അഭിപ്രായപ്പെടുന്നത്. അത് തെറ്റൊന്നുമല്ല. അദ്ദേഹം ഭൂതവർത്തമാന ഭാവി കാലങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകൾ കൈമാറാൻ ദൈവഹൃദയം വഹിക്കുന്നവനാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. പ്രോഫറ്റിന് പ്രവചനം വരണമെന്നുണ്ടെങ്കിൽ പാട്ടുകാരൻ വേണമെന്നില്ല,
സംഗീതം വേണമെന്നില്ല, കൈയടിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് വേണമെന്നില്ല. പ്രോഫറ്റിന് പ്രവചനം വരണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂറും അവൻ പ്രവചിച്ചുകൊണ്ടിരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നിങ്ങൾ അതിൻ്റെ രാമേനങ്ങ് പറഞ്ഞു. പോസ്റ്റ്മോർട്ടിൽ അങ്ങനെ ചിലരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. അപ്പൊ ദൂത് പറയുന്നവനാണ് പ്രവാചകൻ എന്ന് പഠിപ്പിച്ചു വന്നൊരു കാലഘട്ടത്തെ പൊളിക്കുന്ന ഒരു പ്രവാചക ശുശ്രൂഷകനായിരുന്നു ഏലിയാവ്. ദൂത് പറയുന്നവൻ മാത്രമല്ല പ്രവാചകൻ, പ്രവാചക അധികാരത്തിൽ ദൂത് മാത്രമല്ല സാധാരണമായ അധികാരമുണ്ടെന്ന് തെളിയിച്ചവനാണ് പ്രവാചകനായ ഏലിയാവ്. അന്നാണ് ആദ്യമായിട്ട് മനസ്സിലാകുന്നത് ഒരു പ്രവാചകൻ ആകാശത്തെ കെട്ടാൻ പറ്റും. അവൻ വാ തുറന്നപ്പോൾ 42 മാസം ആകാശം അടഞ്ഞുപോയി. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കൂടെ വാ തുറന്നാൽ ഇംഗ്ലണ്ടിനെ ഭരിക്കുന്ന പൈശാചിക ലോകത്തിന് പിന്നെ ചലിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഒന്ന് കയ്യൊന്നടിച്ച് ദൈവത്തിനൊരു സ്തോത്രം ചെയ്തു. സാധാരണ ശബ്ദത്തിനുടമകളല്ല നമ്മൾ. ഇന്നത്തെ മെസ്സേജിലുള്ള ഉറപ്പ്, ഞാനതൊരു മുഖവര പറഞ്ഞു കയറി വരാം. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ദയവായി വീട്ടിൽ നെഗറ്റീവ് പറയരുത്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കിലും മഹത്വമുണ്ട്. നീ പറയുന്നത് സംഭവിക്കും. ഓസ്മോത്ത് കാണാനിരിക്കുന്ന ഏറ്റവും വലിയ റിവൈവൽ ചർച്ച് നമ്മുടേതാണെന്ന് പറഞ്ഞാൽ എത്ര പേര് രാമൻ പറയാൻ പറ്റും? യേശുവിന്റെ നാമത്തിൽ ജയമാണ്. ഒരു ചെറിയ മുറിക്കകത്ത് 120 പേര് കൂടിയിരുന്ന് കയ്യം തട്ടി, ഡ്രമ്മില്ല, സിസ്റ്റം ഇല്ല, സംവിധാനങ്ങളില്ല, ചുമ്മാ കൈതട്ടി അവർ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന അവർക്ക് പോലും അറിയത്തില്ലായിരുന്നു ഈ മാളിക മുറിയെ പൊട്ടിക്കുന്ന, പട്ടണത്തെ ഇളക്കുന്നത് എന്തോ അവിടേക്ക് ഇറങ്ങി വരികയാണ്. ഞാൻ പ്രവചിച്ചു പറയുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളെ നോക്കി പ്രവചിക്കാൻ പറ്റുന്നവർ പ്രവചിക്കുക. അടക്കാൻ പറ്റാത്തൊരു ജനസമൂഹത്തിന്റെ കൈമാറ്റങ്ങൾ നടക്കുന്ന പ്ലാറ്റ്ഫോമുകളിലേക്ക് നമ്മുടെ ചർച്ചിനെ ദൈവം പിക്ക് ചെയ്യാൻ പോകുന്നെന്ന് പറയുമ്പോ എത്ര പേർക്ക് ആവേശത്തോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നുണ്ട്? ശക്തിയോടെ ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ, നന്നായി ദൈവത്തിനൊരു മഹത്വം കൊടുത്തേ. ഈ പ്രവാചക അഭിഷേകം നിൽക്കുന്ന ദേവദാസന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടുന്ന പ്ലാറ്റ്ഫോമും ഇരിക്കുന്ന സ്ഥലവും കാല് ചവിട്ടുന്ന സ്ഥലവും എല്ലാം പ്രവചന ഭൂമികളാണ്. നിങ്ങളെ എല്ലാവരും മറ്റും ശ്രദ്ധിക്കുന്നുണ്ടോന്ന് അറിയത്തില്ല. അപ്പുറത്തും സെമിട്രിയ, ഇപ്പുറത്തും സെമിട്രിയ. ഇതുപോലൊരു സെമിട്രിയുടെ നടുവിൽ അവർ പ്രവാചകനെ കൊണ്ട് നിർത്തിയത്. അവൻ വാ തുറക്കുന്നതിന് മുമ്പ് വരെ അത് സെമിട്രി ആയിരുന്നു. അവൻ പ്രവചിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിന് അതൊരു സൈന്യത്തിന്റെ താഴ്വരയായിട്ട് മാറുക. ഞാൻ പ്രവചിക്കുകയാണ്, ഇതൊരു സൈന്യത്തിന്റെ താഴ്വരയായിട്ട് മാറും. കൈക്ക് ഒതുക്കാൻ പറ്റാത്തൊരു കൂട്ടത്തെ, ചിന്തിക്കാൻ പറ്റാത്തൊരു കൂട്ടത്തെ, വിചാരിക്കാൻ പറ്റാത്തൊരു കൂട്ടത്തെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിന് ആമേൻ പറയാൻ കഴിയുന്നുണ്ട്? അങ്ങനെ ഒരു അഭിഷേകം ചർച്ചിനകത്ത് വീഴുന്നു. വ്യക്തം ചെയ്യുന്നുണ്ട്. അവൻ വാ തുറന്നപ്പോ 42 മാസം സമ്മർ സീസൺ മാത്രം, 4 സീസണുകളിൽ ഒരു സീസൺ മാത്രം അവൻ വാ കൊണ്ട് പിടിച്ചു നിർത്തി. 42 മാസം അവന്റെ ശബ്ദത്തിൽ ആകാശം അനുസരിച്ചു. നിങ്ങളൊരു പ്രവാചകനാകാൻ ഇതുവരെ കൊതിക്കുന്നില്ലെങ്കിൽ ഇന്നത്തെ സന്ദേശം കഴിയുമ്പോൾ നിങ്ങൾ പ്രവാചകനാകാൻ കൊതിച്ചിരിക്കും. എന്തുകൊണ്ടെന്നാൽ പ്രവചനാധികാരം ഭയങ്കര തീ പോലത്തെ അധികാരമാണ്. അങ്ങനെ ഒരു അധികാരം ചിലരുടെ മേൽ വീഴും എന്നുള്ളത് തമ്പുരാൻ എനിക്കുന്നതെന്ന ഉറപ്പാണ്. വിശ്വസിക്കുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സ്വീകരിച്ചോളാം. എത്ര സമയം മീറ്റിംഗ് പോകുമെന്ന് അറിയത്തില്ല, പക്ഷെ നിന്റെ മേൽ പ്രവാചക പുതപ്പ് വീണിരിക്കും. നിന്റെ അകത്ത് കിടക്കുന്ന പ്രവാചകനെ ദൈവം പൊക്കിയിരിക്കും. നിന്റെ അകത്ത് കിടക്കുന്ന തീ പോലത്തെ അഭിഷിക്തനെ ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കും. അങ്ങനത്തെ ഒരു നിയോഗവും പുതപ്പും വിശ്വസിക്കുന്നവരുടെ ദേഹത്തേക്ക് വരുമെന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ട് സഭയുടെ കെട്ടാണ്.
ലോകത്തിലെ ഏറ്റവും വലിയ കെട്ട് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റാണ്. അത് സഭയുടെ കെട്ടാണ് ഏറ്റവും വലിയ കെട്ട്. നീ ഭൂമിയിൽ കെട്ടിയാൽ സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അത് സഭ വാതുറക്കുമ്പോൾ അത് സംഭവിക്കുന്നു. സഭ വാതുറക്കുമ്പോൾ ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടുള്ള എല്ലാ കെട്ടും പൊട്ടും എന്ന് അടുത്തത് പറയുന്നത് നീ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. പ്രവാചകാഭിഷേകത്തിനകത്ത് വാ തുറന്നപ്പോഴത്തേക്ക് ആകാശത്തെ അടയ്ക്കുക, കെട്ടുക. പിന്നീട് അവൻ വാ തുറക്കുമ്പോ അതേ കെട്ട് അഴിയുകയാണ്. പ്രവാചക അധികാരത്തിന്റെ അടുത്ത ഒരു തലമാണ് മരണം പൊട്ടിക്കും. പ്രവാചകൻ വാ തുറന്നാൽ മരണദൂതൻ ഓടി മാറും. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഇതൊന്നും പറയാതെ എനിക്ക് സെന്റൻസിലോട്ട് കയറി വരാൻ പറ്റുന്നില്ല. അവിടെ ഒരു മുഖവരയായിട്ട് പറയുകയാണ്. കയറി വരുമ്പോ പറയും, ദൈവത്തിന്റെ നാവായി മാറാൻ വേണ്ടി 24 മണിക്കൂറും ദൈവം ഇറങ്ങി നിൽക്കുന്ന പ്ലാറ്റ്ഫോമാണ് പ്രവാചകന്റെ നാവ്. അവന്റെ ദൈവത്തിന്റെ പുൾപിറ്റാണ് പ്രവാചകന്റെ നാവ്. അവന്റെ നാവിൽ ദൈവശബ്ദം കയറി വരും. പ്രവചനം വരുന്നതിന് മുമ്പേ ഉള്ള ധൈര്യമാണ് പ്രവചനം പറയുമ്പോൾ ഉള്ള ധൈര്യം. അത് രാജാവിനോടും പറയും, മന്ത്രിയോടും പറയും, സാധാരണക്കാരനോടും പറയും. പ്രവചന ശുശ്രൂഷ ചെയ്യുന്ന ആ ടൈമിൽ അവൻ ദൈവത്തിന്റെ പേഴ്സണാലിറ്റിയിലേക്ക് പ്രവേശിക്കും. അതുകൊണ്ട് അവൻ ഒന്നിനെയും ഭയം തോന്നത്തില്ല. അങ്ങനെ ഒരു പ്രവചനം പ്രവചിച്ചു. ആ പ്രവചനം കൊണ്ട് രാജാവിന്റെ ഹൃദയത്തിന്റെ അകത്തൊരു ഭീതി അവൻ ഉണ്ടാക്കി. ആ പ്രവചനാനന്തരം ദൈവം അവനോട് ഒളിച്ചിരിക്കാൻ പറയുന്നു. അങ്ങനെ പോയി ഒളിച്ചിരിക്കുന്നു. ഒളിച്ചിരിക്കുന്നവനോട് പറഞ്ഞു, കാക്ക വരും. രാവിലെയും വൈകുന്നേരവും കാക്ക വരികയാണ്. ഇവിടുത്തെ ഏകദേശ കാലാവസ്ഥ വെച്ച് നിങ്ങളൊന്ന് മനസ്സിലാക്കിയോ. രാവിലെയും വൈകുന്നേരം കാക്ക വരികയാണ്. ലോകത്തിൽ ഇന്ന് വരെ ആരെങ്കിലും കാക്ക ആഹാരം കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കത്തില്ലെങ്കിൽ ഏലിയ വിശ്വസിക്കും. ഒരു പ്രോഫറ്റിന്റെ പ്രത്യേകത അവൻ ദൂത് പറയുന്നവൻ മാത്രമല്ല, കേൾക്കുന്നതിനെ വിശ്വസിക്കുന്നവനും കൊണ്ട്. കൈവർത്തി രാമേനങ്ങ് പറഞ്ഞു. ദൈവം പറയുന്നത് പൊട്ടനെ പോലെ വിശ്വസിക്കുന്നത് പ്രവാചക അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. 100% നടക്കാൻ സാധ്യതയില്ലാത്തത് നടക്കുമെന്ന് പറഞ്ഞ അവൻ വീണ് കിടന്നതിന് ആമേൻ പറഞ്ഞു. അവനുള്ളതൊന്നും റൂട്ട് മാറി പോകത്തില്ല. അവനുള്ളതിനെ തേടി അവൻ പോകത്തില്ല. അവൻ ഇരിക്കുന്നിടത്ത് അവനുള്ളത് തേടി വരും. ഇതൊക്കെ ആവശ്യമുള്ളവര് ഇന്നത്തെ മീറ്റിങ്ങിനകത്ത് വന്നിട്ടുള്ളത് കൊണ്ട് കർത്താവ് ചിലരെ തൊട്ടിട്ട് പറയുക, നിനക്കുള്ളത് തപ്പി വരും, നിനക്കുള്ളത് തേടി വരും. നിനക്കുള്ളതിന്റെ റൂട്ട് പോലും മാറ്റാൻ ആരെ കൊണ്ടും പറ്റത്തില്ല. 3 കിലോയിലധികം ഭാരമെടുക്കാൻ പറ്റുന്ന കാക്ക വിഭാഗത്തിൽപ്പെട്ട കാക്കകളുണ്ട്. പ്രാവ് തന്നെ വെറൈറ്റി പ്രാവുകളുണ്ട്. നമ്മുടെ നാട്ടുപുറത്ത് കണ്ട പ്രാവും ഇംഗ്ലണ്ടിൽ കാണുന്ന പ്രാവും വ്യത്യാസമുണ്ട്. ഇംഗ്ലണ്ടിൽ കാണുന്ന പ്രാവിന് നാട്ടിൽ 50,000 രൂപയാണ് ജോഡിക്ക്. ഈ പ്രാവിന്റെ തന്നെ ഒരു കിങ് ആയിട്ടുള്ള ഇതുണ്ട്, ഒരു ഇനമുണ്ട്. അതിന് 5 ലക്ഷം രൂപയോ ഒരു സെറ്റിന്. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. ഈ കാക്ക വിഭാഗത്തിൽപ്പെട്ട നമ്മുടെ നാട്ടിൽ കണ്ടേക്കുന്ന ആ സാധാരണ കാക്കയല്ല. 3.5 കിലോ ഒക്കെ എടുക്കാൻ ഭാരമൊക്കെ എടുക്കാൻ കഴിവുള്ള കാക്കകളുണ്ട്. പക്ഷെ ഈ കാക്കയ്ക്ക് ഒരു കുഴപ്പം എന്നാന്നറിയാം, ഇതിനെ കണ്ടാൽ മരിക്കും. ഈ കാക്കനെ ആരെങ്കിലും കണ്ടാൽ കൂട്ടത്തോടെ കണ്ടാൽ മരിക്കും. അതുകൊണ്ട് ഈ കാക്കകളുടെ അടുത്ത് ആരും പോകത്തില്ല. കണ്ടാ മരിക്കുന്ന കാക്കേനെ കൊണ്ടാണ് ഒരുത്തനെ ജീവിപ്പിക്കാനുള്ള ആഹാരം കൊടുക്കുന്നത്. അതുകൊണ്ട് അത്രയും 3.5 വർഷം അവിടെ പോയിരുന്നിട്ട് രാജാവിന് ഈസി ആയിട്ട് കണ്ടുപിടിക്കും. പക്ഷെ 3.5 വർഷം അവിടെ പോയിരുന്നിട്ട് കണ്ടുപിടിക്കാത്തതിന്റെ കാര്യം, ഈ കാക്കകൾ കൂട് വെച്ച് നിൽക്കുന്ന സ്ഥലത്താണ് പോയിരിക്കുന്നത്. അങ്ങോട്ട് ഒരുത്തനും വരത്തില്ല. ഇതിനെ കണ്ട് വെറുതെ ആയുസെത്തുന്നതിന് മുമ്പ് മരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഒരുത്തനും വരത്തില്ല. പക്ഷെ അത്ഭുതം എന്നാണെന്നറിയാവോ, കണ്ടാ ചാകുന്ന കാക്കയാണ് ഇവന് ആഹാരം കൊടുക്കുന്നത്. 3.5 വർഷം അവിടെ ഇരുന്നെന്നാണ്, ഏകദേശം അവിടെ ഇരുന്നെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അല്പസമയം കഴിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവം കാക്കയുടെ വരവ് നിർത്തി. തോട്ടിലെ വെള്ളവും വറ്റിച്ചു. അറിവില്ലായ്മ കൊണ്ട് അബദ്ധമായിട്ടും പറയാറുള്ള ഒരു കാര്യമാണ് പിശാചന്റെ വാതിലുകൾ അടച്ചത്. പക്ഷെ ഞാൻ ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മ നിയോഗിതനായിട്ട് പറയാം, ദൈവം തുറന്നതൊന്നും പിശാച് അടക്കത്തില്ല. ദൈവം തുറന്നത് ദൈവം അടയ്ക്കത്തുള്ളൂ.
ദൈവം തുറന്നത് ദൈവം അടച്ചാൽ അടുത്ത തുറക്കുന്നത് ഇപ്പോഴുള്ളതിനേക്കാളും ശ്രേഷ്ഠമായിരിക്കും. കർത്താവ് തൊടുന്നു എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ചിലത് അടയുമ്പോൾ ആമേൻ പറഞ്ഞോളാം, ചിലത് അകലുമ്പോൾ ആമേൻ പറഞ്ഞോളാം, ചിലത് വിഷമിപ്പിക്കുമ്പോൾ ആമേൻ പറഞ്ഞോളാം, ചിലത് വറ്റുമ്പോ ആമേൻ പറഞ്ഞോളാം, ചിലത് മുള്ളാകുമ്പോ ആമേൻ പറഞ്ഞോളാം. ആമേൻ. ഇതിനെ പാട്ട് പാടുന്ന സമയത്ത് പാട്ട് പാടുന്ന സമയത്ത് ഇയ്യോബിനെ കുറിച്ച് പറയും, ഇയ്യോബിന്റെ വീടിന്റെ സേഫ്റ്റിയെ കുറിച്ച് പറയും. ഇയ്യോബിന്റെ വീടിന്റെ സേഫ്റ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞിടയിൽ ഒരു പാസ് പറഞ്ഞു, സ്വർഗത്തെക്കാളും സുരക്ഷിതമാണ് ഇയ്യോബിന്റെ വീട്. സ്വർഗത്തിൽ പിശാചിന് കയറാം, ഇയ്യോബിന്റെ വീട്ടിൽ കയറാൻ തന്നെ ദൈവത്തിന് മഹത്വം ഉണ്ടാകും. നോക്കിയേ, അവൻ ദൈവപുത്രന്മാരുടെ പിശാചി നിന്നെന്നാ പറയാം. പക്ഷെ ഇയ്യോബിന്റെ വീട്ടിൽ കയറാൻ പറ്റുന്നില്ല. പാലക്കാടും ആലപ്പുഴയിലും വേലികളുള്ള വീടുകൾ ഇപ്പോഴും ഉണ്ട്. ഇതുപോലത്തെ ഒരു വേലിയല്ല ഇയ്യോബിന് ചുറ്റും, സ്വർഗീയ വേലിയാണ്. സാത്താൻ എന്തെങ്കിലും കാണാൻ ഒരു അവസരം കിട്ടിയ ഒരു ചോദ്യം എൻ്റെ ഹൃദയത്തിലുണ്ട്. ആ വേലി പൊളിച്ചിട്ട് കയറാൻ മേലായിരുന്നോ എന്ന് ചോദിച്ചാൽ അവൻ പറയും, ദൈവം കെട്ടിയതാണ്. ദൈവം കെട്ടിയ വേലി പൊളിക്കാൻ അവനെ കൊണ്ട് പറ്റത്തില്ല. ഒരു പഴയ നിയമ ഭക്തന് ഇത്രയും സെക്യൂരിറ്റി ആണെങ്കിൽ, ഒരു പഴയ നിയമത്തിലെ ദാസൻ ഇത്രയും സെക്യൂരിറ്റി ആണെങ്കിൽ, പുതിയ നിയമ ഭക്തന്റെ കാര്യം ചിന്തിക്കാൻ പറ്റുമോ? രക്തം ജയമെടുക്കട്ടെ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. നമ്മുടെ സെക്യൂരിറ്റി നാം അറിയണം, നമ്മുടെ സുരക്ഷിതത്വം നാം അറിയണം. ദൈവം തുറന്നത് ദൈവം മാത്രമേ അടയ്ക്കത്തുള്ളൂ. കാക്കയുടെ വരവ് നിർത്തിയ പൈശാചിക ലോകത്തിനെതിരെ പ്രാർത്ഥിക്കാൻ ഏലിയാവ് വാ തുറന്നില്ല. അവന് പിടുത്തം കിട്ടി, വരവ് നിർത്തിയത് ദൈവമാണ്. കാക്കയുടെ വരവ് നിന്നപ്പോ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, നിർത്തിയതിനാമേ. തോട് പറ്റിയപ്പോ പറഞ്ഞു, വറ്റിച്ചതിനാമേ. നാം ചിന്തിക്കുന്നതിനെതിരെ സാഹചര്യം നടക്കുമ്പോ ആമേൻ പറഞ്ഞോണം. അതൊരു വെളിപ്പാടാണ്. എന്താണെന്നറിയാമോ? അടുത്തത് സാറാഫാത്ത. ഇവിടെ ഒരു കണക്ഷൻ പറയാം. 40 നാള് നടന്ന് സാറാഫാത്തിൽ ചെല്ലുക. സാറാഫാത്തിൽ ചെല്ലുമ്പോ ഒരു പ്ലേ കാർഡ് കയ്യിലില്ല, സാറാഫാത്തിലെ വിധവയുടെ വീട് കണ്ടുപിടിക്കാൻ. എയർപോർട്ടിൽ ഇറങ്ങുമ്പോഴത്തേക്കിന് പ്ലേ കാർഡുമായിട്ട് ആളുകൾ നിൽക്കുന്നുണ്ട്. ഏലിയാവ് ഒരു പ്ലേ കാർഡുമായിട്ട് സാറാഫാത്തിലേക്ക് പോയില്ല. ഏലിയാവിൽ വ്യാപരിക്കുന്ന പ്രവചനാത്മാവ് പ്ലേ കാർഡിനെ വെല്ലുന്നതാണ്. പേര് തെറ്റത്തില്ല, സ്ഥലം തെറ്റത്തില്ല, വീട് തെറ്റത്തില്ല. ഇത് പ്രവാചക അഭിഷേകത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അടുത്ത വാക്ക് പാസ്റ്ററോടുള്ള പ്രവചന വാക്കാണ്. കണക്റ്റ് ആകേണ്ടവര് കണക്റ്റ് ആകേണ്ട സമയത്ത് കണക്റ്റ് ആക്കുന്നതാണ് ദൈവത്തിന്റെ പദ്ധതി. ഈ ചർച്ചിൽ ഇന്ന് വരെ കണക്റ്റ് ആകാത്തവർ കണക്റ്റ് ആകാൻ പോവുക. കൈയൊന്ന് തട്ടിക്കത്തവന് മറന്നു കൊടുക്കുക. ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് പറയുന്നു, നമ്മുടെ ലൈഫിനെ തിരിക്കുന്ന ചിലരുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ തിരിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അതിനെ രാമേൻ പറയാൻ കഴിയുന്നു? നീ വിചാരിക്കാത്ത ചിലർ നിന്റെ ലൈഫിനെ തിരിക്കാൻ പാകത്തിലുള്ള ചിലരെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുമായി കണക്ട് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ അതിന് ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ശക്തിയോടെ അതിന് ആമേൻ പറയട്ടെ. ശക്തിയോടെ അതിന് ആമേൻ പറയട്ടെ. ഒന്ന് കൈ ഒന്ന് തട്ടി ഒന്ന് വായൊന്ന് ചലിപ്പിച്ച് ഈ ദൂതിന് ആമേൻ പറഞ്ഞോളോ. ഈ ദൂതിന് ആമേൻ പറഞ്ഞോളോ. ചില പുതിയ കണക്ഷൻസുകൾ, പെർഫെക്റ്റ് കണക്ഷൻസുകൾ, നിയോഗിതമായ കണക്ഷൻസുകൾ പരിശുദ്ധാത്മാവ് ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നു.
വന്നപ്പോ സംസാരിക്കാൻ തോന്നി. ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചപ്പോ മനസ്സിലായി, കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോഴേ മനസ്സിലായി ദൈവം കണക്ട് ചെയ്ത ആളാണ്. തിരിഞ്ഞു നടക്കാൻ തുടങ്ങിയപ്പോൾ ഒരടം കൂടെ ചോദിച്ചു. അതേ ഉള്ളൂ വീട്ടിൽ. നമുക്ക് സാഹചര്യങ്ങൾ അറിയാം. കൊണ്ടുവരാം എന്ന് പറയുന്നതിന് മുമ്പ് കൊണ്ടുവരുന്ന ആ സാഹചര്യം ഒന്ന് പറഞ്ഞു. കലത്തിലെ മാവ് തീർന്നു, ഭരണിയിലെ എണ്ണ തീർന്നു, ഒരട ഉണ്ടാക്കാനുള്ളൂ, അത് തിന്നിട്ട് ഞങ്ങൾ മരിക്കാനിരിക്കുകയാണ്, എന്നാലും നിനക്ക് തരാം. സ്തോത്രം പറഞ്ഞു. സത്യം പറഞ്ഞാല് മരിക്കാൻ കൊതിച്ചവൻ ഏറ്റവും അവസാനം ചെയ്തത് ഒരു പുണ്യകാര്യമാണ്. അതവിടെ വാഗൊണ്ട് പറഞ്ഞ ഉടനെ കേട്ടയാള്, സാധാരണ നമ്മൾ ഇന്നുവരെ കേട്ടിട്ടുള്ളത് കൊടുത്താൽ അനുഗ്രഹം പ്രാപിക്കുന്നു. കൊടുത്താൽ അനുഗ്രഹം പ്രാപിക്കും സത്യമാണെങ്കിലും കൊടുക്കാനുള്ള മനോഭാവം, ബിഹേവ് ചെയ്യുന്ന രീതി ഒരു ബ്ലെസ്സിംഗ് ആണ്. ഈശോടെ നന്നായിട്ട് പറഞ്ഞാൽ കൊടുത്തില്ലേലും അനുഗ്രഹം പ്രാപിക്കും, ബിഹേവ് ചെയ്യുന്ന രീതി നല്ലതായിരിക്കണം. ദൈവത്തിന് മഹത്വം ഉണ്ടാകും. അവള് പറഞ്ഞു വെള്ളവും കൊണ്ടുവരാ അടയും കൊണ്ടുവരാന്ന് പറഞ്ഞ ഉടനെ തിരിഞ്ഞു നടന്ന ഉടനെ പറഞ്ഞു പോകാൻ വരട്ടെ, ക്ഷാമം തീരുന്നിടം വരെ. ഭരണിയിലെ എണ്ണ കുറയത്തില്ല, ഫലത്തിലെ മാവും തീരത്തില്ല. തിന്നില്ല, കുടിച്ചില്ല, അതിനു മുമ്പ് ബ്ലെസ്സിങ്സ് ആ വീട്ടിൽ കയറി. ദൈവാത്മാവ് എന്നോട് ഇന്ന് രാത്രി ഇങ്ങനെ ഒരു പ്രവചനവാക്ക് പറയാൻ പറയുന്നു. ഏലിയാവെ കാക്കയെ തുറന്നത് ഞാനാ. ദൈവം പറയാ, ഏലിയാവെ കാക്കയെ തുറന്നത് ഞാനാ. ഞാൻ നിനക്ക് വേണ്ടി ആദ്യത്തത് തുറന്നു തന്നു, ഇനി ബാക്കിയുള്ളത് മൊത്തം നീ തുറന്നോണം. സ്തോത്രം പറയണേ. വിശ്വസിക്കുന്ന ചിലരോട് കർത്താവ് പറയുന്നു, നീ വാ തുറന്നാൽ ഇതുവരെ അടഞ്ഞു കിടന്ന ചിലത് തുറക്കാൻ പോവുകയാണ്. നിനക്കുള്ളത് ഇന്ന് നീ വാ തുറന്നോളാൻ പരിശുദ്ധാത്മാവ് ഇടപെടുമ്പോൾ എത്ര പേര് അതിന് ആമേൻ പറയും? യേശുവിന്റെ നാമത്തിൽ ആമേൻ. രണ്ടു നേരം കാക്ക എടുത്തുകൊണ്ട് വരുന്ന ആഹാരം ശരീരത്തിന് വേണ്ടും പോലൊന്നും ആകത്തില്ല, പക്ഷെ ആമേൻ പറഞ്ഞു കഴിച്ചു. ഇപ്പൊ രാവിലെ ദോശ, ഉച്ചയ്ക്ക് ദോശ, വൈകുന്നേരം ദോശ, രാത്രിയിലും ദോശ. ദോശ നിന്ന് മടുക്കുക. തിന്ന് മടുക്കാന്ന് മാത്രമല്ല, തിന്ന് ശേഷിപ്പും കൂടെ വരിക. കെരീത്തി ശേഷിപ്പില്ല, സാറാഫാത്തി ശേഷിപ്പ. സ്തോത്രം പറ. അപ്പൊ കെരീത്തടഞ്ഞത് നന്മയല്ലേ? ശേഷിപ്പുള്ള സാറാഫാത്ത് തുറക്കാൻ വേണ്ടിയല്ലേ ശേഷിപ്പില്ലാത്ത കെരീത്തടച്ചത്? കെരീത്തിൽ വിശ്വസ്തനായ സാറാഫാത്ത് ഉറപ്പായിട്ട് തുറക്കും. ഭയങ്കര ഒരു മൂവ്മെന്റ് നടക്കാൻ പോകും. എനിക്ക് ദൂത് പറയുമ്പോൾ എന്റെ ഉള്ളം ഭയങ്കരമായി സന്തോഷിക്കും. ആ സന്തോഷം മുഖത്ത് വരുന്ന ഈ ചിരി. ഹോളി സ്പിരിറ്റ് എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു. നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അമേസിംഗ് മൂവ്മെന്റ് നടക്കാൻ പോവുക. നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. കേട്ടുകേൾവികളില്ലാത്ത അത്ഭുതങ്ങൾ നടക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്ന ഈ ദൂതിനോട് പ്രതികരിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രതികരിച്ചോ. യേശുവിൻ നാമത്തിൽ, യേശുവിൻ നാമത്തിൽ 8/17 28-ാം തീയതി 8/17 നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത മൂവ്മെന്റ് നിന്റെ ലൈഫിൽ നടക്കാൻ പോകുന്നു. ആരൊക്കെയോ വിശാലതയിലേക്ക് കാലെടുത്ത് വെക്കുന്നു, ആരൊക്കെയോ വിശാലതയിലേക്ക് കാലെടുത്ത് വെക്കുന്നു, ആരൊക്കെയോ മൂവ്മെന്റിന്റെ അകത്തോട്ട് കാലെടുത്ത് വെക്കുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ ശക്തമായി തൊടുന്നു. ദൈവത്തിന്റെ ഭയങ്കര സാന്നിധ്യം ചില ദേഹത്ത് വെളിപ്പെടുന്നു. ശക്തിയോടെ ഇതിനെ സ്വീകരിക്കുക. ശരഭാത്തിന് ശേഷമായിട്ട്
ഈ ദൈവ മനുഷ്യൻ ഓടുക, ഓടിച്ചെന്ന് ചൂരച്ചെടിയുടെ തണലിൽ ഉറങ്ങുക, ഭയന്നുറങ്ങുക. ഇവിടെയാണ് ഈ പ്രധാന ദൂത് കിടക്കുന്നത്. ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങാൻ കാര്യം ഇവന്റെ പ്രാണനെതിരെ ഒരു ഭീഷണി സ്വരം പുറപ്പെട്ടിരിക്കുക. ഏലിയാവ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ ഒരു രാജ്യം ഭയക്കുന്നതിന്റെ കാര്യം നേരത്തെ പാടിയപ്പോ പറഞ്ഞില്ലേ, അഭിഷേകം അതിന്റെ സമ്പത്താണ്. അഭിഷേകമുള്ളവൻ വാ തുറന്നാൽ, അഭിഷേകമുള്ളവൻ കൈതട്ടിയാൽ, അഭിഷേകമുള്ളവൻ പ്രവചിച്ചാൽ, അഭിഷേകമുള്ളവൻ ആത്മീയ ശുശ്രൂഷ ചെയ്താൽ, ചിലർക്ക് ഇഷ്ടപ്പെടാത്തതിന്റെ കാര്യം, ചില മേഖലയ്ക്കകത്ത് ഇളക്കം തട്ടുന്നതിന്റെ കാര്യം, അവരിൽ ഇരിക്കുന്ന ദേശത്തിരിക്കുന്ന പൈശാചിക ശക്തികൾക്ക് ഇരിക്കാൻ വയ്യാത്തത് കൊണ്ടാണ് കർത്താവ് ചിലരോട് പറയുന്നു, നിന്റെ കൈത്താളം ചിലർക്ക് അരോചകമാണെങ്കിൽ, നിന്റെ അന്യഭാഷ ചിലർക്ക് അരോചകമാണെങ്കിൽ, നിന്റെ മെസ്സേജ് ചിലർക്ക് അരോചകമാണെങ്കിൽ നീ രക്ഷപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ നീ കറക്റ്റ് റൂട്ടിലാ പോകുന്നത്. കർത്താവിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ജയം വ്യാപരിക്കുക. ഈസി ആയിട്ട് ഏലിയാവിനെ കൊന്നുകളയാൻ പറ്റത്തില്ല. ഒരു വിരോധ കൽപ്പന പുറപ്പെടുവിക്കുന്നതിന് മുമ്പ് അവനെ കണ്ടുപിടിച്ച് കൊന്നുകളയാനുള്ള അധികാരം രാജാവേ, രാജ്ഞിയെ നിന്റെ കയ്യിൽ ഇല്ലേ? ഉണ്ടെന്നേ, പക്ഷെ തൊടാൻ പറ്റുന്നില്ല. ഈ തൊടാൻ പറ്റാത്തതിനെ പേടിപ്പിക്കുന്ന സാധനമാ ശബ്ദം. ആയുധത്തെക്കാളും വലുതാ ശബ്ദം. ഏതൊരു അഭിഷിക്തനെ മടുപ്പിക്കാൻ ശബ്ദത്തിന് പറ്റും. പക്ഷേ മടുപ്പിച്ച ശബ്ദത്തെ പൊട്ടിക്കാൻ ഉയരത്തിൽ നിന്നൊരു ശബ്ദം. തൊടുന്നു, ശക്തമായി തൊടുന്നു, ശക്തമായി തൊടുന്നു. നിന്റെ മുറി ദൈവശബ്ദത്തിന്റെ കലവറയാകാൻ പോവുക. നിന്റെ പ്രേയറും ദൈവ സംസർഗത്തിന്റെ കലവറയാകാൻ പോവുക. ഒരു മനുഷ്യനും കേട്ടിട്ടില്ലാത്ത ദൈവശബ്ദത്തിന്റെ കലവറയായി നിന്റെ വീട് മാറാൻ പോകുമെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയോ? എത്ര പേർക്ക് അതിനെ സ്വീകരിക്കാൻ കഴിയോ? എത്ര പേർക്ക് ശക്തിയോടെ അതിനോട് പ്രതികരിക്കാൻ കഴിയോ? രക്തം ജയമെടുക്കട്ടെ. ഏലിയാവേ, നിന്റെ അഭിഷേകത്തെ ഭയപ്പെടുന്ന രാജ്യം നിന്റെ അഭിഷേകത്തെ ഭയപ്പെടുന്നു. നിന്റെ നാവിനെ രാജ്യം ഭയപ്പെടുന്നു. ഭയങ്കരമായിട്ട് ഹോളി സ്പിരിറ്റ് ഇടപെടുന്നു. നിന്റെ ശബ്ദത്തെ ചിലർക്ക് ഭയവാ, നിന്റെ അഭിഷേകത്തെ ചിലർക്ക് ഭയവാ. ഇന്നൊരു കാര്യം പൊട്ടിച്ചു വിടാൻ കർത്താവ് പറയുന്നു. മൂമെന്റിനെ ബ്രേക്ക് ചെയ്യാൻ നിന്റെ പ്രാണൻ എടുക്കാൻ വേണ്ടി, നിന്നിൽ ആരംഭിക്കേണ്ടതിനെ ഇല്ലാതാക്കാൻ നിന്റെ പ്രാണന് നേരെ ഒരുക്കി വെച്ച കുരുക്കുകൾ പരിശുദ്ധാത്മാവായ ദൈവം ദൂതനെ അയച്ച് പൊട്ടിച്ചു കളയുകയാ. കൈയടിച്ചോ, വാ ചലിപ്പിച്ചോ, അന്യഭാഷയിലോ പ്രസംഗിക്കുകയല്ല, പ്രവചിക്കുകയാ. ഭയങ്കര പ്രവചന ദൂത് കയറി വരുന്നു. മരണാസ്ത്രങ്ങൾ പൊട്ടിത്തകരുന്നു. ആയുസിന്റെ നടുവിൽ നിന്നെ ഛേദിക്കാൻ നിൽക്കുന്ന മരണാസ്ത്രങ്ങൾ പൊട്ടിത്തകരുന്നു. നിന്റെ അഭിഷേകത്തിന് നേരെ, മിനിസ്ട്രിക്ക് നേരെ, നിന്റെ മേൽ വീണിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് നേരെ തലപൊക്കുന്ന മരണാസ്ത്രങ്ങൾ 28-ാം തീയതി തമ്പുരാൻ പൊളിക്കുന്നു.
ശക്തമായിട്ട് ദൈവത്തെ ഒന്ന് സ്തുതിച്ചു. ശക്തമായിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൂ. ശക്തമായി ദൈവത്തെ ആരാധിക്കാൻ പറ്റുന്നവർ ആരാധിച്ചു കൊള്ളുക. എന്തുകൊണ്ടെന്നാൽ ഇതൊരു നോർമൽ ദൂതല്ല. നിന്റെ പ്രാണന് നേരെ നിൽക്കുന്നതിനെ തമ്പുരാൻ പൊളിച്ചു കളയുന്നു. നിന്റെ കൂടാരത്തിന്റെ അകത്ത് പൊങ്ങേണ്ട നിലവിളികളെ യേശുവിന്റെ നാമത്തിൽ അത് പൊളിഞ്ഞു മാറുന്നു. രക്തത്താൽ ജയം വ്യാപരിക്കുന്നു. ആ ശബ്ദം അവനെ ഭയപ്പെടുത്തി കളഞ്ഞു. കരയാൻ തുടങ്ങി, കർത്താവെ എന്റെ പ്രാണനെ അങ്ങോട്ട് എടുത്തോണോ. കർത്താവ് ആ പ്രയർ കേട്ടു. എടുക്കും, പക്ഷെ ഇപ്പൊ ഇല്ല. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടെ കാക്കേനെ വിട്ടില്ല. ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവിടെ മനുഷ്യനെ വിട്ടില്ല. ഈ രണ്ട് സബ്ജക്റ്റിലും ഇല്ലാത്തൊരു പ്രയാസം ഇപ്പൊ ഇവിടെ വിട്ടത് സ്വർഗത്തിലെ ദൂതനെയാണ്. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങിയതല്ല വലിയ കാര്യം. സ്വർഗത്തിലെ ദൂതൻ കൊണ്ടുവന്ന ആഹാരമാ വലിയ കാര്യം. കൊണ്ടുവന്ന എന്താണെന്നറിയോ? കനലിൽ ചുട്ട അട. ദൈവക്രോധത്തിന്റെ അഗ്നിയിലൂടെ കടന്നുപോയ ഒരൊറ്റ അപ്പമേ ഉള്ളൂ. അത് കർത്താവായ യേശുവാ. മരണത്തെ പൊട്ടിക്കുന്ന ഒരൊറ്റ അപ്പം. സ്തോത്രം പറയാമോ? ആ അപ്പം തിന്നാ പിന്നെ മരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഉടലോടെ എടുത്തുകൊണ്ട് പോയെ. എന്നെ തിന്നുന്നവേ എൻ മൂലം ജീവിക്കും. സ്തോത്രം പറഞ്ഞു. ജീവന്റെ അപ്പം കൈമാറുന്നു. കഴിച്ചു. ഇത്രയും പേടി ഉണ്ടായിട്ട് ഉറക്കത്തിനൊരു കുറവുമില്ല. കഴിച്ചു, പിന്നെ ഉറങ്ങി. രണ്ടാമത് പിന്നെയും തട്ടി ഉണർത്തി കൊടുത്തു. ഒരു സെന്റൻസ് പറയാൻ ഹോളി സ്പിരിറ്റ് നിർബന്ധിക്കുന്നതുകൊണ്ട് പറയാം. എല്ലാവർക്കും സ്വീകാര്യമാകണമെന്നോ എടുക്കണമെന്നോ ഒരു നിർബന്ധമില്ല. പക്ഷെ ഇത് ആവശ്യമുള്ള ആളുകൾ ഇതിനകത്തുള്ളത്. ഇല്ലെങ്കിൽ അത് സ്പെസിഫൈ ചെയ്യാൻ കർത്താവിനോട് പറയത്തില്ല. ദൂതന്മാർ ചിലരെ തട്ടുന്നത് അനുഭവിക്കാൻ പോകും. നിന്റെ പ്രയർ റൂമിനകത്ത്, നിന്റെ വിശ്രമവേളകളിൽ, നിന്റെ ശരീരത്തിൽ ദൂതന്മാർ സ്പർശിക്കുന്ന ചില അനുഭവങ്ങൾ നിനക്കുണ്ടാകാൻ പോകുന്നെന്ന് പറഞ്ഞാൽ അത് സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ അതിന് രാമൻ പറഞ്ഞാൽ 2025 ഡിസംബറിലല്ല, 2025 മെയ് 28 രാത്രി മുതൽ നിനക്ക് മുമ്പിൽ ആ ഡോർ ഓപ്പൺ ആകാൻ പോവുക. മരിക്കാൻ കൊതിക്കുന്നവന്റെ കാലിന് ദൈവം വേഗത കൂട്ടി ഓടിക്കോളാൻ പറഞ്ഞു. 3 പേരെ അഭിഷേകം ചെയ്യണം. 2 രാജാക്കന്മാരെയും, യേഹൂവിനെയും ഹസായേലിനെയും 2 രാജാക്കന്മാരാണ്. എലീശ പ്രവാചകനായിട്ട് അഭിഷേകം ചെയ്യണം. ആ പദം ഇച്ചിരി കനമുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഇച്ചിരിയുടെ മുമ്പോട്ട് വന്നിട്ട് പറയും. ഓടുന്ന സമയത്ത് ഒരു ഗുഹ കണ്ട് അതിൻ്റെ അകത്ത് കയറിയിരുന്നു. അതിൻ്റെ അകത്ത് കയറിയിരുന്നപ്പോൾ ദൈവം ഇറങ്ങി വന്നു. 4 പ്രധാന പ്രതലത്തിലാണ് ദൈവം ഇറങ്ങി വരുന്നത്. ഏറ്റവും അവസാനം ദൈവം തന്നെ മഹത്വമായിട്ട് അങ്ങ് ഇറങ്ങി വന്നു. ആ മൃദുവായ ശബ്ദം കേട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ മഹത്വത്തിൽ ദൈവം നിൽക്കുക. ദേഹത്തോട്ട് ഇത് അടിക്കാതിരിക്കാൻ വേണ്ടി തോളയിൽ അതുവരെ ഇട്ടുകൊണ്ടിരുന്ന പുതപ്പ് കൊണ്ടൊരു മറ മറച്ചു. അതുവരെ അതൊരു സാധാരണ പുതപ്പായിരുന്നു. ഇപ്പം മുതൽ അവന്റെ പുതപ്പിൽ മഹത്വം വ്യാപരിക്കില്ല. ഇനി കേട്ടോണേ, ഇന്നലെ വരെ നാവ് കൊണ്ട് മിനിസ്ട്രി ചെയ്യുക, ഇന്ന് മുതൽ പുതപ്പ് കൊണ്ട് ശുശ്രൂഷ ചെയ്യുക. മഹത്വം വീണാൽ നിന്റെ ശബ്ദവും വിരലുകളും ദൈവത്തിന്റെ ഉപകരണങ്ങളായിട്ട് മാറും. ഞാൻ പറയാറുണ്ട്, നമ്മളിരുന്ന കസേരയിൽ വേറൊരാൾ വന്നിരുന്നാൽ ആ ഇരിക്കുന്നവൻ അഭിഷേകം പ്രാപിക്കണം. സ്തോത്രം പറയാം. പണ്ട് കോട്ടയത്ത് ഒരു കൺവെൻഷൻ നടത്തി. വലിയ കൺവെൻഷനായിരുന്നു. 50,000-ലധികം ആളുകൾ കൂടി. മീറ്റിങ്ങിന് മുമ്പ് മുതലേ 1 മാസം മുമ്പേ മൈതാനത്ത് പോയി പ്രാർത്ഥിക്കും. ഇരുന്നും നടന്നും ഒക്കെ പ്രാർത്ഥിക്കും. മീറ്റിംഗ് കഴിഞ്ഞ് 16-ാമത്തെ ദിവസം ഒരു ഫോളോ അപ്പ് ചെയ്യും. ഞങ്ങൾ ഇങ്ങനെ അതിനകത്തോടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരുത്തനിരുന്ന് കരയുക. ഭയങ്കരമായിട്ടിരുന്ന് കരയുക.
അവൻ്റെ അടുത്ത് ചെന്നിരുന്നിട്ട് ചോദിച്ചു, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക്, എന്തെങ്കിലും വിഷമമുണ്ടോ, ഭക്ഷണം കഴിച്ചോ, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നോ, ഒരു പ്രശ്നമില്ല. എന്താ കരയുന്നത്? എനിക്കറിയത്തില്ല, ഇവിടെ വന്നിരിക്കുമ്പോൾ എന്തോ എന്നെ സ്പർശിക്കുന്നു. മീറ്റിംഗ് കഴിഞ്ഞ് 16 ദിവസമായിട്ടും ഇറങ്ങി നിന്ന മഹത്വം ആ സ്ഥലത്ത് നിന്ന് പോയിട്ടില്ല. തമ്പുരാൻ കർത്താവ് ഇടപെടുക. ഒരിക്കൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്ന സ്ഥലങ്ങൾ, ഒരിക്കൽ ദൈവസാന്നിധ്യം ഇറങ്ങുന്ന വ്യക്തികൾ, അവരുടെ ദേഹത്ത് അവർക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഇൻഫോർമേഷൻ നടക്കും. ദൈവത്തിന്റെ സാന്നിധ്യത്തെ ആരെ ബഹുമാനിച്ചില്ലെങ്കിലും ദൈവത്തിന്റെ സാന്നിധ്യത്തെ ബഹുമാനിച്ചോ. ദൈവിക പ്രസൻസിനോട് മാത്രം മറുതലിക്കരുത്. ദൈവിക പ്രസൻസിനോട് മാത്രം ഒരിക്കലും എതിർക്കാൻ പോകരുത്. എന്തുകൊണ്ടെന്നാൽ അത് വന്ന് ദേഹത്ത് പതിച്ചാൽ രക്ഷപ്പെട്ടു. പൊതപ്പേൽ മഹത്വം. ഈ പൊതപ്പേൽ മഹത്വമായിട്ട് ഓടുക. ഓടുന്ന സമയത്ത് അഭിമുഖമായിട്ട് എത്രയോ നല്ല ചെറുപ്പക്കാർ വരുന്നു. ക്വാളിഫൈഡ് ആയിട്ടുള്ള, ക്വാളിറ്റി ഉള്ള, ഗുണകരമായ ആളുകൾ വരിക. ഈ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. കർത്താവ് സമൂവേലിനെ ദാവീദിന്റെ വീട്ടിലോട്ട് അയക്കുമ്പോൾ പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. അവിടെ പറയുന്നത് എങ്ങനെയാണ്? അവന്റെ മുഖമോ പൊക്കമോ നോക്കരുത്, തൈലക്കൊമ്പ് ചലിച്ച ഒഴിച്ചോണോ. ശക്തിയോട് രാമൻ പറയാം. മുഖവും പൊക്കവും നോക്കി, യോഗ്യത നോക്കി അഭിഷേകം കൊടുക്കുന്നവനെ അല്ല നാം ആരാധിക്കുന്നത്. എനിക്ക് അതിനകത്ത് ഒരു സെന്റൻസ് പറയാൻ ഉള്ളത് കൊണ്ടാണ് ആ ഭാഗത്തെ പരിശുദ്ധാത്മാവ് കയറി തൊടുന്നത്. വളരെ പ്രതീക്ഷയോടും പ്രാർത്ഥനയോടും ഇരിക്കുന്ന ദൈവജനത്തോട് പറയാം, യോഗ്യന്മാരായ 7 പേര് കയറി ചെന്നിട്ട് ചലിക്കാത്ത കൊമ്പ് ഒരു 17കാരൻ വന്നപ്പോ ചലിക്കാൻ തുടങ്ങി. ആമേൻ, 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 ആമേൻ. ആമേൻ പറ. ആരെയൊക്കെ തൊടുന്നു കേട്ടോ. നീ ഇതുവരെ ഈ സ്റ്റേജിൽ വന്നിട്ടില്ലായിരിക്കാം, നീ ഇതുവരെ മൈക്ക് പിടിച്ചിട്ടില്ലായിരിക്കാം, നീ ഇതുവരെ ജനത്തെ അഭിസംബോധന ചെയ്തിട്ടില്ലായിരിക്കാം. പക്ഷേ നീ നിന്നാൽ ഇതുവരെ ഉണ്ടാകാത്തൊരു ചലനം, നീ നിന്നാൽ ഇതുവരെ ഉണ്ടാകാത്തൊരു ചലനം പരിശുദ്ധാത്മാവ് ചിലരോട് പ്രവചിക്കുന്നു. നീ നിന്നാൽ ഇതുവരെ ഉണ്ടാകാത്തൊരു ചലനം. ഓ ആ ഭാഗം ഞാൻ വിടുക. ദൈവത്തിന്റെ ആത്മാവ് നേരെ വരുന്ന ഒത്തിരി ആളുകളെ കണ്ടിട്ടും പൊതപ്പ് ചലിക്കുന്നില്ല. ഈ പൊതപ്പിൽ ഇപ്പൊ മഹത്വം നിൽക്കുക. ആമേൻ പറയാം. ചില സ്ഥലത്ത് പോയാൽ ദൂത് പോലും വെളിപ്പെടത്തില്ല. ചില സ്ഥലത്ത് എന്നാൽ ദൂതിന്റെ മുകളിൽ ദൂത. ചലിക്കുന്നവരുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ചലിക്കും. ആമേൻ, ആമേൻ. ഹോളി സ്പിരിറ്റുമായിട്ട് കണക്ഷൻ ഉള്ളവരുണ്ടെങ്കിൽ അവിടെ ഭയങ്കരമായിട്ട് പരിശുദ്ധാത്മാവ് ചലിക്കും. ഇവിടെ ഇത്രയും ചലിക്കാൻ കാര്യം ദൈവമഹത്വം ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് കൊണ്ടാണ്. ചലിക്കുന്ന കുറെ എണ്ണം ഇതിനകത്തുണ്ട്. പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കുന്ന കുറെ എണ്ണം ഉണ്ട് ഇതിനകത്ത്. ദൈവമഹത്വത്തോട് ചേർന്ന് നിൽക്കുന്ന കുറെ പേരുണ്ട്. പരിശുദ്ധാത്മാവ് ചിലരെ തൊട്ടിട്ട് പറയുകയാണ്, ഇതുവരെ ചലിക്കാത്തത് നിനക്ക് വേണ്ടി ചലിക്കൂ, ഇതുവരെ തുറക്കാത്തത് നിനക്ക് വേണ്ടി തുറക്കും. ആ കൈയൊന്ന് തട്ടി വായെന്ന് ചലിപ്പിച്ച് ശക്തിയോടെ
ഒന്ന് അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചേ. ചിലരുടെ തലയിലോട്ട് അഭിഷേകം വീഴുന്നു, ചിലരുടെ ശിരസിലോട്ട് അഭിഷേകം വരുന്നു, ചിലതിന്റെ കൈകളിൽ അഭിഷേകം വരുന്നു. നിന്റെ കാല് നിലത്തുറയ്ക്കാൻ പറ്റാത്തതുപോലെ അഭിഷേകതയിലും നിന്നെ എടുക്കുന്ന ഒരു ആത്മതലം ഇന്ന് രാവിലെ തുറക്കപ്പെടുന്നു. പരിശുദ്ധാത്മാവ് ചിലരെ ഉപയോഗിക്കുമോ? പുതപ്പ് ചലിക്കും, തൈലക്കൊമ്പ് ചലിക്കുമെങ്കിൽ പുതപ്പും ചലിക്കും. തുരുത്തി 5.5 ലിറ്റർ വെള്ളം കൊള്ളും തുരുത്തിയില്. ഒരു തുരുത്തിയില് തൈലക്കൊമ്പിനകത്ത് 1.5 ലിറ്ററാണ് കൊള്ളുന്നത്. 1.5 ലിറ്റർ എണ്ണയുണ്ട് തൈലക്കൊമ്പിനകത്ത്. തുരുത്തിയും കൊമ്പും ആദ്യ കാലഘട്ടത്തിൽ എണ്ണ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. പിന്നീട് തുരുത്തി വെള്ളം ഉപയോഗിക്കുന്ന പർപ്പസിലേക്ക് മാറി. അതിനകത്ത് 5.5 ലിറ്ററും ഇതിനകത്ത് 1.5 ലിറ്ററും ഉണ്ട്. ഈ 17 കാലം മുറ്റത്ത് വന്നപ്പോ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്നവന്റെ കൊമ്പ് ചലിക്കാൻ തുടങ്ങി. സിറ്റ് ഔട്ടിൽ കയറിയപ്പോ അച്ഛന്റെ കൈ മൊത്തം ചലിക്കാൻ തുടങ്ങി. അവൻ അകത്തെ മുറിയിലോട്ട് വന്നപ്പോ അച്ഛൻ തുള്ളി തുള്ളി പുറത്തോട്ട് വരിക. ചോദിച്ചു, യജമാനെ 7 എണ്ണത്തെ അങ്ങോട്ടല്ലേ വിളിച്ചേ, അച്ഛൻ എന്നാ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലില്ല, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവനെ അഭിഷേകം ചെയ്യുന്നത് ആരും കാണാതെയല്ല. അവനെ തുള്ളിച്ചോണ്ട് പുറത്തോട്ട് കൊണ്ടുവരിക. കണ്ടോ, സ്വീകരിക്കാൻ വന്നവൻ, സ്വീകരിക്കാൻ താല്പര്യമുള്ളവൻ വന്നപ്പോ കൊമ്പ് ചലിക്കാൻ തുടങ്ങി. ഇടേണ്ടവൻ വന്നാൽ പുതപ്പ് ചലിക്കും, പുതപ്പ് ചലിക്കും. എല്ലാവരുടെയും തല വീഴത്തില്ല. ആമേൻ. പക്ഷേ ദൈവം സെലക്ട് ചെയ്തവനുണ്ട്. അവൻ എവിടെ ഒളിച്ചിരുന്നാൽ അവന്റെ ദേഹത്ത് അത് വീണിരിക്കും, വീണിരിക്കും. കണ്ടുപിടിക്കപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് ഒരാൾ മറഞ്ഞിരുന്നാൽ അവനെ തെരഞ്ഞു പിടിച്ച് ഇറങ്ങിച്ചെന്നത് വീണിരിക്കും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നടന്ന് 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 മുമ്പോട്ട് വരുമ്പോ ലെഫ്റ്റ് സൈഡിലോ റൈറ്റ് സൈഡിലോ ഒരു വയൽ. വയലിനോട് അടുക്കും തോറും കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നത് പോലെ ശരീരം ഭയങ്കരമായിട്ട് വലിക്കുക അങ്ങോട്ട്. പുതപ്പ് പറകയായി ഇറങ്ങിച്ചെന്ന് ഇടാമന്റെ ദേഹത്തോട്ടൊന്ന്. സ്തോത്രം പറയാവോ? വയലിലോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ആമേൻ. ഈ ഏലിയാവ് എന്ന മിനിസ്റ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു ധാർമ്മിക ദൂത് പറയാം. ദൈവം ഇതുപോലെ ഇടപെട്ട, ദൈവം ഇതുപോലെ ഇറങ്ങി നിന്ന ഉപയോഗിക്കുന്ന ഒരു ദൈവമനുഷ്യൻ വേറെയില്ല. പക്ഷെ ദൈവം പറഞ്ഞാൽ ചെളി വരെ ഇറങ്ങാൻ പുള്ളി റെഡിയാണ്. വില്ലിങ് ആയവനെ കണ്ടാൽ ദൈവത്തിനറിയാം. എല്ലാരും എന്നെ ഉപയോഗിക്കണേ, എന്നെ ഉപയോഗിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ. ആർക്കും പ്രാർത്ഥനയ്ക്ക് കുറവൊന്നുമില്ല. പക്ഷേ ഉപയോഗിക്കുന്നവന്റെ പിറകിൽ ഇതുപോലത്തെ ഒരു വില്ലിങ് മൈൻഡ് ഉണ്ട്. കസേരയിടണോ ഇടാം, ഭാവിരിക്കണോ ഭാവിരിക്കാം, ആരെയും എടുത്തോണ്ട് വരണോ എടുത്തോണ്ട് വരാം, ഉറക്കം അളയ്ക്കണേ ഉറക്കം അളയ്ക്കാം. വില്ലിങ്ങ. ഓ ശക്തിയുടെ ഹാല്യമാണ്. എന്റെ കാലെ ചെളി പറ്റി അങ്ങനെ ഒരു മിനിസ്ട്രി വേണ്ട എന്ന് പറയത്തില്ല.
എന്റെ കാലിൽ ചെളി പറ്റിയാൽ ഒരുത്തന്റെ ദേഹത്ത് പുതപ്പ് വീഴുന്നതാണെങ്കിൽ ഇവിടെ മുതല് ഭാഗം തുടങ്ങുക. ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് ഏലിയാവോട് പറഞ്ഞു, ഇറങ്ങടാ വയലിലോട്ട്. ആമേൻ. നിനക്ക് പകരക്കാരനൊരു കർഷകന്. കർഷകന്റെ പ്രത്യേകത എന്നാന്നറിയാം? അവൻ ഉഴുതു മെതിക്കും. 2, അവൻ വിത്ത് വാരിയിടും. 3, വാരിയിട്ടതിന്റെ 10 മടങ്ങ് അവൻ കൊയ്യും. ആമേൻ. നിനക്ക് പകരക്കാരനായി ഞാൻ കണ്ടിരിക്കുന്നത് നീ തൊടാത്ത ഇരട്ടി തലത്തെ തൊടുന്നവനെ ഞാൻ കണ്ടിരിക്കുന്നത്. ശബ്ദകാരഭാര ഈ അന്യഭാഷ അടയാളമായി കിട്ടിയ ദൈവമക്കൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അതരം ചലിച്ചുകൊണ്ടിരുന്നതാണ്, നിങ്ങളുടെ ഹൃദയം ചലിച്ചുകൊണ്ടിരുന്നതാണ്. ശക്തമായ പ്രവചന വാക്കുകൾ എന്റെ അതരത്തിൽ ദൈവം തരുന്നുണ്ട്. ചിലരുടെ മേൽ അത് ഫലമേൽപ്പിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. പക്ഷെ ഈ വചനം ഒന്ന് പറയാൻ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്നത് കൊണ്ട് ഞാൻ അതിന്റെ പിറകെ നിൽക്കുക. രക്തം ജയമെടുക്കട്ടെ. ഇവൻ വീടുമായി ബന്ധിക്കപ്പെട്ടവനാ, അപ്പനും അമ്മയുമായി ബന്ധിക്കപ്പെട്ടവനാ. ഇവന്റെ സ്വപ്നം മുഴുവൻ ഒരു വയലിനകത്ത് ഒതുങ്ങി നിൽക്കുക. ഇവന്റെ സ്വപ്നത്തിനൊരു പരിധി ഉണ്ട്, അതാ വയല. ഇവനെന്നും ഒരൊറ്റ ചിന്താഗതിയുള്ളൂ, ഉഴുതു വിതയ്ക്കുക, വിത്ത് വിതയ്ക്കുക, കൊയ്യുക. അവന്റെ വീടിന് വേണ്ടി മാത്രമുള്ള കാഴ്ചപ്പാടിലാണ് അവൻ ജീവിക്കുന്നത്. ആമേൻ. സത്യം പറഞ്ഞാൽ 4 നുഖങ്ങളാണ് അവന്റെ ദേഹത്ത് കിടക്കുന്നത്. വീടുമായി ബന്ധപ്പെട്ടൊരു നുഖം, വയലുമായി ബന്ധപ്പെട്ടൊരു നുഖം, കാളയുമായി ബന്ധപ്പെട്ടൊരു നുഖം, ഏറ്റവും ഒടുവിൽ തടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു നുഖം. ഇങ്ങനെ ചില നുഖങ്ങളാ വിളിയുള്ളവനെ പോലും ഒതുക്കിക്കളയുന്നത്. ചില ബന്ധങ്ങൾ വിളിക്ക് വരെ തടസ്സമാകും. അതുകൊണ്ടാണ് ഈ ദേവദാസന്മാർ പറയാം, അനാവശ്യമായ കോളുകൾ അറ്റൻഡ് ചെയ്യരുത്, അനാവശ്യമായിട്ടുള്ളവർക്ക് കൈ കൊടുക്കരുത്, അനാവശ്യമായിട്ടുള്ളവരുമായിട്ട് അധികം സൗഹൃദത്തിന് പോകരുത്. എന്താ കാര്യം എന്നറിയോ? നിന്റെ വിളിയെ അവൻ ഡൈവേർട്ട് ചെയ്യും. കേൾക്കുന്നവർ ആമേൻ പറ. നിന്നിൽ കടക്കേണ്ട ദൈവിക ഇടപാടുകളെ മൊത്തം ബ്രേക്ക് ചെയ്യുന്ന ഏതോ മുഖങ്ങളുണ്ട്. നമ്മൾ ചിലപ്പോ ആ ബന്ധത്തിന്, ഇതിപ്പോ കുടുംബമല്ലേ, വീടല്ലേ, അപ്പനും അമ്മയല്ലേ, രക്തമല്ലേ, ആ ബന്ധത്തെ നമ്മൾ വിചാരിക്കും കുഴപ്പമില്ലായിരിക്കും. പക്ഷെ കർത്താവ് പറയുന്നു, എന്റെ മുഖം നീ എടുക്കുന്നതിന് മുമ്പ് നിനക്ക് ഇഷ്ടമായത് ഞാൻ പൊട്ടിക്കും. പറഞ്ഞു വരുമ്പോ നിങ്ങൾക്ക് അത് പിടുത്തം കിട്ടും. 2, ഇവന്റെ സ്വപ്നം മുഴുവനും അളന്നെടുക്കാൻ പറ്റുന്ന ഒരു വയലിനകത്താണ്. ഈ അളക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്തേക്ക് ഇവനെ എടുത്തിടണമെന്നുണ്ടെങ്കിൽ അളന്നിട്ട സ്ഥലം പൊട്ടണം. രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. ഈ സന്ദേശം പരിശുദ്ധാത്മാവ് തന്നതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പ്രസംഗിക്കുക, പരിധി പൊട്ടു. നിന്റെ കൺസെപ്റ്റിനകത്ത് നീ ഇട്ട സകല പരിധികളും കർത്താവ് ഇന്ന് പകൽ പൊട്ടിക്കും. ഇന്ന് പകൽ പൊട്ടിക്കും. നിന്റെ കാലി ചവിട്ടിയിട്ടുള്ളത് ഈ വയലിന്റെ പരിധിക്കകത്താണെങ്കിൽ ഇസ്രായേൽ മുഴുവനും ഓടുന്ന കാലുകളാക്കി നിന്റെ കാലുകളെ ഞാൻ മാറ്റാൻ പോകുകയാണ്. ദൈവം ചിലരോട് ഒരു പ്രവചന വാക്ക് ഇടപെടുന്നു. മിനിസ്ട്രി റിലേറ്റഡ് ആയിട്ട് ഇതുവരെ യാത്ര ചെയ്യാത്ത ജനത്തിന്റെ മേൽ ഒരു യാത്രകളുടെ പുതപ്പ് പരിശുദ്ധാത്മാവ് ഇടുന്നെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് കൈയടിച്ചതിനെ സ്വീകരിക്കാം? എത്ര പേർക്ക് ആമേൻ പറഞ്ഞ് അതിനെ സ്വീകരിക്കാൻ കഴിയും? യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജയം വ്യാപരിക്കുന്നു. ഈ ദൂതുകൾ മുഴുവനും മിനിസ്ട്രി ഓറിയന്റഡ് ആയതുകൊണ്ട്
ഹോളി സ്പിരിറ്റ് ശക്തമായിട്ട് എന്നോട് പറയുന്നു, ഈ ചർച്ച മിനിസ്റ്റേഴ്സിനെ എഴുന്നേൽപ്പിക്കുന്ന, ശുശ്രൂഷകന്മാരെ എഴുന്നേൽപ്പിക്കുന്ന, ശക്തന്മാരെ ജനിപ്പിക്കുന്ന ചർച്ചയായിട്ട് മാറുന്നു എന്ന ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിന്റെ മേൽ ഇന്ന് പകൽ പുതപ്പ് വീണു. ഈ പ്ലാറ്റ്ഫോം ചിലരുടെ പരിധി പൊട്ടിക്കും. ഈ പ്ലാറ്റ്ഫോമിനകത്ത് ആരെങ്കിലും കാലി ചവിട്ടിയാൽ അവന്റെ പരിധി പൊട്ടിക്കും, അവന്റെ പരിധി പൊട്ടിക്കും, അവന്റെ പരിധി പൊട്ടിക്കുന്ന ഒരു അഭിഷേകം ഇതിനകത്ത് വ്യാപരിക്കുന്നു. കൈയടിച്ചോ, വാചടിപ്പിച്ചോ, ദൈവത്തെ സ്തുതിക്കാൻ പറ്റുന്നവർ. സംസാരിച്ചാൽ തിരിച്ച് സംസാരിക്കാത്ത സാധനമാ മൃഗങ്ങള്. അങ്ങോട്ട് പറഞ്ഞാൽ തിരിച്ചിങ്ങോട്ട് ഒന്നും പറയത്തില്ല. അവരാ മൃഗങ്ങള്. പക്ഷെ അവ പ്രതികരിക്കും. അവ കഞ്ഞിയും കാടിയും നേരത്തിന് ആഹാരം കൊടുക്കുന്നത് കൊണ്ട് ആ സ്നേഹത്തിന്റെ പ്രകടനം കാണിക്കും. സത്യം പറഞ്ഞാൽ ഇവൻ അറ്റാച്ച്ഡ് ആയിരിക്കുന്നത് ഈ മൃഗങ്ങളുമായിട്ടാണ്. ഹോളി സ്പിരിറ്റ് പറഞ്ഞു അതും പൊട്ടിക്കും. നീ നിന്റെ കയ്യിലുള്ള സാധനം കൊടുത്താൽ വീണ്ടും പോലെ എടുക്കാത്തതിന് ആ തലത്തെ പൊട്ടിക്കാൻ പോവാണ്. എനിക്ക് ഇതിന്റെ ഡെപ്ത് ശരിക്കറിയാം. കൊടുത്താൽ എടുക്കുന്നവരെ കയറ്റാൻ പോവുക. ശക്തിയോട് രാമൻ പറഞ്ഞോണം, അങ്ങനെ നിറയ്ക്കാൻ പോവുക. നീ പ്രാപിച്ചത് എന്താന്ന് തിരിച്ചറിയുന്ന, നീ കൊടുക്കുന്നത് എന്താന്ന് തിരിച്ചറിയുന്ന, ആ കൊടുത്ത സാധനത്തെ ശരീരത്തിൽ വഹിച്ച് അതിന്റെ മഹത്വം അനുഭവിക്കുന്ന ഒരു വലിയ കൂട്ടത്തിന് വേണ്ടി തമ്പുരാന്റെ ഒരു സെലക്ഷൻ വരുന്നത്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിന് ഒരു നന്ദി പറയാൻ പറ്റുന്നവർ പറഞ്ഞു. നന്ദി പരിശുദ്ധാത്മാവ്. നാലാമത്തത് കഴുത്തേൽ ഒരു നഖവാ. 11 കാളയ്ക്ക് പകരം ഇവനൊരു കാളയാ. അവര് മൈൻഡ് ആട്ടോ. ബസ് യാത്ര ചെയ്യുന്നവരെ പോലെ ഇരിക്കില്ലെന്ന് പ്രാർത്ഥന പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു. നല്ല വാചകം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉന്നത ഭാവത്തിൽ എനിക്കെല്ലാം അറിയാം എന്ന ഭാവത്തിൽ ഇരിക്കരുതെന്ന് ആട്ടുപാടിയപ്പോ പറഞ്ഞു. പരിശുദ്ധാത്മാവ് എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത്. ശക്തിയോടെ ആമേൻ പറ. ദൈവം തരുന്ന നന്മ മറന്ന് ജീവിക്കരുത്. നാളെ ചിലപ്പോൾ ആരാധിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല. നാളെ എഴുന്നേറ്റില്ലെങ്കിലോ? ആമേൻ പറ, ആമേൻ പറ. ഈ മുഖം നീ ചിന്തിക്കുന്ന സാധനമല്ല. ഈ നോകവാ നിന്നെ വർഷങ്ങളായിട്ട് പിടിച്ചു വെച്ചേക്കുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ മുഖങ്ങളെ തമ്പുരാൻ പൊട്ടിക്കും. ഇത് പരമ്പരാഗതമായി അപ്പന്മാരായി കൈമാറി വരുന്ന സാധനമായി മുഖം. നീ ഇത് പൊട്ടിച്ചില്ലെങ്കിൽ നിന്റെ തലമുറ ഇത് ചുമക്കേണ്ടി വരും. നീ ഇത് പൊട്ടിച്ചാൽ നിന്റെ തലമുറ ആ പൊട്ടിയതിനകത്ത് നിന്ന് ആരാധിക്കും. ആഴത്തിലും ആധികാരികമായി പരിശുദ്ധാത്മാവ് തൊടുന്നു. ഇനി ഒരു മുഖവും നിന്റെ വീട്ടിൽ വാഴാൻ, നിന്നിൽ വാഴാൻ അനുവദിക്കരുത്. ഹസ്തനദാനം ധീരബലന്തം ഭൂടകരക്ഷം ധേരകലന്തം ഭൂടന്താര അടകത്താരം കേരത്തേരി ആന്തരം രാജലപ്തരേതിയാര
പ്രാംശിയാന്തരം ജാലബന്ധരാധികാര ലഗതുരിജലഗദരഗമന ഹസ്തനാധികാര യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വസിക്കുന്നവരുടെ അധരത്തിൽ നിന്ന് ദൈവമഹത്വം ചലിക്കട്ടെ. കൈതട്ടുന്നെങ്കിൽ നന്നായി, വാചരിപ്പിക്കുന്നെങ്കിൽ നന്നായി, ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നന്നായി, ദൈവത്തെ സ്തുതിക്കുന്നെങ്കിൽ നന്നായി. ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കാൻ പറ്റുന്നവർ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുക്കുക. ഇന്ന് രാവിലെ വൈകുന്നേരം കർത്താവ് ഇടപെടുന്നു. ഒരു മനുഷ്യനും പൊട്ടിക്കാൻ പറ്റാത്ത മുഖം ദൈവം പൊട്ടിക്കും. ലപ്രവാദനം ജാലബന്ധരാധീരഗച്ഛലാധികാര അർത്ഥവത്തരച്ചലസ്മനാധികാര ജാലബന്ധരാധികാര. ചില വീടിനകത്തേക്ക് ദൈവമഹത്വം ഇറങ്ങി വരുന്നു, ചില കുടുംബത്തിനകത്തേക്ക് ദൈവമഹത്വം ഇറങ്ങി വരുന്നു, ചില വ്യക്തികളുടെ ജീവിതത്തിലേക്ക് ദൈവമഹത്വം ഇറങ്ങി വരുന്നു. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഉറപ്പിച്ചു പറയുന്നു, നിന്റെ ആരാധനയിൽ മുഖം പൊട്ടിയാൽ അത് ഗുണകരമായി മാറുന്നത് നിന്റെ തലമുറകളുടെ മേലാണ്. ഇന്ന് രാവിലെ ഈ ദൂതിനെ സ്വീകരിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ അതിനെ സ്വീകരിക്കുക. പരിശുദ്ധാത്മാവ് ജനത്തെ തൊടുന്നു, പരിശുദ്ധാത്മാവ് തൊടുന്നു, ശക്തമായി പരിശുദ്ധാത്മാവ് തൊടുന്നു, ശക്തമായി പരിശുദ്ധാത്മാവ് തൊടുന്നു, ശക്തമായി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി വരുന്നു, ശക്തമായി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി വരുന്നു, ശക്തമായി പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ഇറങ്ങി വരുന്നു. പരിശുദ്ധ സാന്നിധ്യത്തോട് ചേർന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ദൈവമക്കൾ പ്രതികരിച്ചു കൊള്ളുക. കർത്താവ് ചിലരെ നോക്കി പ്രവചിച്ചു പറയുന്നു, ഈ മുഖമായിട്ട് നീ തിരിച്ചു പോകത്തില്ല, ആ മുഖത്തെ തമ്പുരാൻ പൊട്ടിക്കും. ലബ്രവാദനം ജാലബന്ധരാധീരഗച്ഛലസ്മനാധികാര ജാലബന്ധരാധര റത്തക്കൽബത്തക്കസിയാന്തരം ജാലബന്ധരാധികാര ലത്താരിയാന്തരം ജാലബന്ധരാധികാര ദാർക്കലമന ഹത്തക്കാല സ്മാനസന്ധരാധര ലത്തക്കോരിയാന്തരം ജാലബന്ധരാധികാര മഹത്വം ഇറങ്ങി വരുന്നു, മഹത്വം ഇറങ്ങി വരുന്നു, മഹത്വം ഇറങ്ങി വരുന്നു. മഹത്വം ഇറങ്ങി വരുന്നു, മഹത്വം ഇറങ്ങി വരുന്നു. ദൈവത്തിന്റെ സാന്നിധ്യത്തിനായിട്ട് സ്തോത്രം. മഹത്വം ഇറങ്ങി വരുന്നു. അവിടെ നിന്ന് സംസാരിക്കാൻ കർത്താവ് പറയുന്നു, മുഖം പൊട്ടു, മുഖം പൊട്ടു. ഗൗരവമുള്ളൊരു ദൂത. മുഖം പൊട്ടു. പരിശുദ്ധാത്മാവേ, നിന്റെ സാന്നിധ്യത്തിനായി സ്തോത്രം. എനിക്ക് 2 പെൺപിള്ളേരുണ്ട്. ഈ ടൗണിലെ ബ്യൂട്ടി പാർലർ വലിയ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ പ്രാർത്ഥിക്കാം. ഞാൻ കോട്ടയം മനോരമ ജംഗ്ഷനിലെ താമസം. ഈ വരുന്ന ചില ആളുകളൊക്കെ ദേഹത്ത് പൈശാചിക ശക്തി തലേ കൈവച്ചുകൊണ്ട് താഴെ വീഴും തന്നെ വെളിപ്പെട്ടു. വെളിപ്പെട്ട ഉടനെ മൂത്തവളെ ഞാൻ അപ്പുറത്ത് നിർത്തി ആളെ വെളിപ്പെടുത്തി. മൂത്തവളോട് പറയും, നീ ആ കയ്യെ തൊട്ടിട്ട് പറയും തീ ഇറങ്ങാമെന്ന് പറയും. ഇളവളോട് പറയും, ഈ കയ്യെ തൊട്ടിട്ട് തീ ഇറങ്ങുന്നത് പറയും. ഞാൻ നിന്ന് ശുശ്രൂഷിക്കും. ഈ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ പിശാചിനെ പേടിയില്ല. ഒരിക്കലും ഒരാൾ വന്നിട്ടുണ്ട് പറഞ്ഞു, പിള്ളേരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കരുത്, ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ അദ്ദേഹത്തോട് സ്നേഹത്തോടെ പറഞ്ഞു, ദയവായി ഉപദ്രവിക്കരുത്. കാര്യം നമ്മൾ ചെറുപ്പം മുതലേ അവരെ പഠിപ്പിക്കുന്നത് യേശു വലിയവനും പിശാച് തോറ്റവനെന്നാണ്.
അവര് ഓൾറെഡി ആ ജ്ഞാനത്തിൽ നിൽക്കുക. നീ എന്ത് കൊടുക്കുന്നോ അതാ നിന്റെ തലമുറ എടുക്കുന്നത്. സ്തോത്രം പറയാവോ? എന്നോട് ചില കാര്യം മൂത്തവള് ചോദിക്കും, ഞാൻ പറയും പൈസ ഉണ്ട്, പൈസ ഇല്ലെന്ന് പറയും. നീ പ്രാർത്ഥിക്കുവാണെങ്കിൽ കർത്താവ് കാശ് തരും, ഞാൻ നിനക്ക് മേടിച്ചു തരാം. ഒത്തിരി പ്രാവശ്യം ഈസി എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. അവള് മുറിക്കകത്ത് കയറി കഥ കടച്ചിട്ട് എങ്ങനെ അടിച്ചു കരഞ്ഞ് പ്രാർത്ഥനയാണ്. ഒരിക്കലറിയാം പ്രാർത്ഥന എന്നെ വിളിച്ചു പറയും, അവള് കരച്ചിലാണ്. കരയട്ടെ, പ്രാർത്ഥിക്കട്ടെ. വൈകുന്നേരം വരുമ്പോൾ അത് വാങ്ങി കൊടുക്കുന്നതിന് മുമ്പേ പറയും, നീ പ്രാർത്ഥിച്ചു, പപ്പയ്ക്ക് കാശ് കിട്ടി, അതുകൊണ്ട് എന്നാ ഗുണമെന്നറിയാവോ? ഇപ്പൊ അങ്ങോട്ട് ചോദിക്കത്തില്ല. നീ എന്ത് കൊടുക്കുന്നോ, ഇവിടെ തന്നെ ഉദാഹരണം പറയാം, എനിക്കുണ്ട് ഉദാഹരണം. നീ എന്ത് കൊടുക്കുന്നോ അതേ തിരിച്ചു കിട്ടും. ശക്തിയോടെ അഹങ്കാര. ചുമ്മാ കിട്ടുന്നതല്ല അനുഗ്രഹം. ചുമ്മാതെ ആരുടെ ഒന്നും ശോഭിക്കത്തില്ല. ചുമ്മാ ആരും ഒന്നും അനുഗ്രഹിക്കപ്പെടത്തില്ല. നീ എന്ത് കൊടുക്കുന്നോ. എല്ലാരും വിചാരിക്കുന്ന കുറെ കാശ് കൊടുക്കാൻ വേണ്ടിയാണ് സഭയെന്ന. അല്ലല്ല, അതിനേക്കാളും ഒക്കെ വലുതാ നിന്റെ ഹൃദയം, നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ ജീവിതം. ഈ കിടക്കുന്ന അരക്കച്ചയാരുടെയാ? അവൻ റോമിൽ വെച്ച് ബന്ധിക്കപ്പെടുന്നത് ഞാൻ കാണുന്നെന്ന തെറ്റാത്ത പ്രവാചകൻ അഗബോസ് പ്രവചിക്കുമ്പോ ശൗല് പൗലോസ് എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞ പദം, ബന്ധിക്കപ്പെടുന്നു, മരിക്കാൻ വരെ ഇവിടെ റെഡിയാ. സ്തോത്രം പറയാവോ? എന്താ കാര്യം എന്നറിയാവോ? ബന്ധനോന്ന് കേൾക്കുമ്പം കൈയടിക്കുന്നവനല്ലവൻ. അവന്റെ റേഞ്ച് മരണത്തെ പൊട്ടിക്കുന്ന തലവാ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി മാത്രം പറയുകയാണ്. ഈ മുറിക്കകത്ത്, ഈ ഹോളിനകത്ത് പ്രവചനാതീതമായി എന്തോ നടന്നുകൊണ്ടിരിക്കുക. എനിക്ക് ഉറപ്പുണ്ട് ഈ മീറ്റിംഗ് വിചാരിക്കാത്ത ചില തുടക്കങ്ങൾക്ക് പരിശുദ്ധാത്മാവ് അടിസ്ഥാനമിടുക. അതിനാമേ പറഞ്ഞ് സ്വീകരിക്കുന്നവർ ഇതിനകത്തുണ്ടെങ്കിൽ ശക്തിയോടെ ഇതിനെ സ്വീകരിച്ചോണം. ചിലതിന് തുടക്കമിടുന്ന മീറ്റിംഗ് ആണിത്. ഹോളി സ്പിരിറ്റ് എന്നോട് ഉറപ്പിച്ചു പറയുന്നു, പാസ്റ്റർ പോലും വിചാരിക്കാത്ത ചില തുടക്കങ്ങൾ പരിശുദ്ധാത്മാവ് ഇന്നത്തെ മീറ്റിംഗിനകത്ത് ഇടാൻ പോവുകയാണ്. സാന്നിധ്യത്തിനായി സ്തോത്രം. ആ മുഖം അടിച്ച് പൊട്ടിച്ചു. ഇത് പൊട്ടിയാലേ നിനക്ക് കൂടെ വരാൻ പറ്റൂ. അവിടെ പറഞ്ഞേക്കുന്ന അവനിങ്ങനെ, ഞാൻ വീട്ടിൽ പോയി അപ്പനോടും അമ്മയോടും ചോദിക്കും, ചോദിച്ച് അനുവാദം വാങ്ങും. രണ്ടാമത് കാളെ അറുത്തു കണ്ടോ. മൂന്നാമത് കാലപ്പ വെട്ടി കീറി. എന്നിട്ട് ഇനി തിരിഞ്ഞ് നടന്നാൽ ഇതുണ്ടെന്നുള്ള സൂചന വരെ ഇല്ലാതാക്കി. ചിലത് മുറിച്ചതായിരിക്കണം. ശക്തിയോടെ ലാഭം പറഞ്ഞു. ഹോളി സ്പിരിറ്റ് ഇന്ന് പകൽ ഇടപെടുകയാണ്. ദൈവത്താൽ ഉപയോഗിക്കപ്പെടാൻ തടസ്സമായത് എന്താണോ അത് കത്തിച്ചാൽ പിന്നെ അങ്ങോട്ടില്ല. ഹോളി സ്പിരിറ്റ് പറയുന്നു, ഇതൊരു അടുത്ത യുഗമാണ്. ഓ, എത്ര പേർക്ക് ഇത് കേൾക്കുമ്പോൾ ആമേൻ പറയാൻ കഴിയും? ഇതൊരു അടുത്ത യുഗമാണ്. ഈ മീറ്റിംഗിനകത്ത് പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതൊരു അടുത്ത യുഗമാണ്. ബോധപ്പെട്ട് കൂടെ കൂടിയപ്പം മുതല് ഈ വീണപ്പത്തേക്കിന് എന്ത് ദേഹത്തോട്ട് വീണു, പിന്നെയും തിരിച്ചു കൊടുക്കേണ്ടി വന്നു. സ്തോത്രം പറഞ്ഞേ.
ഇതങ്ങോട്ട് വീണപ്പോ ഒരു പവർ ദേഹത്തോട്ട് അടിച്ചായിരുന്നു. എന്നാലും ഇത് തിരിച്ചു മേടിച്ചപ്പോഴത്തേക്കിന് ഒരു സങ്കടം. അന്ന് മുതൽ ഇതേ കണ്ണ. സ്തോത്രം പറയാമോ? അവനറിയാം ഈ കൂട്ടത്തിലുള്ള നിരനിരയായി നിൽക്കുന്ന പ്രവാചകന്മാർക്കൊന്നും അറിയത്തില്ല ഈ പുതപ്പേൽ എന്തോ ഉണ്ടെന്ന്. പക്ഷെ ഇവനറിയാം ഈ കൂട്ടത്തിലുള്ള ഒരെണ്ണത്തെ പുതപ്പിട്ടെടുത്തതല്ല. സ്തോത്രം പറ. ഒരിക്കൽ മഹത്വം അറിഞ്ഞവന് അറിയാം അതവൻ വിടത്തില്ല. അതവൻ പിടിമുറുക്കും. നിന്റെ ശക്തി സ്രോതസ്സിനെ കുറിച്ച് നിനക്ക് ബോധ്യം കിട്ടിയാൽ നീ അതെ പിടിമുറുക്കിക്കോണം. രാമൻ പറയാമോ? പുള്ളിക്കാരൻ ആ പതുപ്പിന് വേണ്ടി നടക്കുന്നു. കൂട്ടത്തിലുള്ളവരെല്ലാം ചോദിച്ചു, നിന്റെ യജമാനൻ എടുക്കപ്പെടാൻ പോവാ. എടാ, ഞാനും പ്രവാചന, എനിക്കറിയാം എടുക്കപ്പെടുമെന്ന് എനിക്കറിയാം. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എനിക്കത് ബോധ്യപ്പെട്ടു. എടുക്കപ്പെടുവാണെങ്കിൽ എടുക്കപ്പെട്ടോട്ടെ, പക്ഷെ എനിക്ക് പതുപ്പ് വേണം. എടുക്കപ്പെടുന്ന സമയമായപ്പോഴത്തേക്ക് ഏലിയാവ് പറഞ്ഞു, എന്നെ എടുത്തു കൊള്ളപ്പെടുന്നത് കാണുവാണെ കിട്ടും. ചുഴലിക്കാറ്റ് എടുത്തോണ്ട് പോകുമ്പോൾ മണ്ണ് പൊങ്ങും, കണ്ണേ വീഴും, കണ്ണടയാൻ സാധ്യതയുണ്ട്, പോകാൻ സാധ്യതയുണ്ട് കണ്ണ്. അവന്റെ ആ സമർപ്പണം കണ്ടോ? കണ്ണു പോയാലും കുഴപ്പമില്ല, ഇതാ സമർപ്പണം എന്ന് പറയുന്നത്. എന്ത് നഷ്ടപ്പെട്ടാലും എനിക്ക് ആ ശക്തി നഷ്ടപ്പെടരുത്. സ്വർഗത്തിൽ ചെല്ലുമ്പോ ഒന്ന് ചോദിക്കാൻ വേണ്ടി ഒരു ചോദ്യമുണ്ട്. എന്താ ഈ പുതപ്പിന് തന്നെ എത്ര കണ്ണ് പോയിട്ട് ഈ പുതപ്പ് ഇട്ടിട്ട് തന്നെ കാര്യം? പുതപ്പ് വീണ പോയ കണ്ണ് തിരിച്ചു വരും. ആമേൻ. എല്ലാ ബന്ധത്തെക്കാളും വലുതാ ദൈവമായിട്ടുള്ള ബന്ധം. അത് മുറിയാതിരുന്നാ മതി, എല്ലാം തിരിച്ചു വരും. യോ, കേൾക്കുന്നവര് രാമൻ പറ, ശക്തിയോട് രാമൻ പറ. മീറ്റിംഗ് തീരാൻ സമയമായെന്ന് എനിക്കറിയാം. ഒന്നും പറയാനും പറ്റിയില്ല. എന്നാലും ഒന്ന് രണ്ട് വാക്കുകൾ പറയാൻ പോവാ. ഇതൊരു വയലാണ്, അടുത്തൊരു വയൽ. കർത്താവിന്റെ ക്രൂശീകരണ സമയം. യേശു കർത്താവിനെ പ്രറ്റോറിയത്തിൽ നിന്ന് അടിച്ചെന്ന് ദേഹം മുഴുവൻ മുറിച്ചിട്ട് 84 കിലോ തൂക്കമുള്ള യേശുവിന്റെ ദേഹത്ത് 130 കിലോ തൂക്കമുള്ള 2 തടിയല്ല 1 തടി പച്ച പൈന്മര യേശുവിന്റെ ചുമലിലോട്ട് കൊടുത്തു. തലേ ബ്ലീഡിംഗ് ഉണ്ട്, കണ്ണിന്റെ അകത്തോട്ട് കൂടി ഒരു മുള്ളു കുത്തി കീറിയിട്ടുണ്ട്, ദേഹം മൊത്തം അടിച്ച് കീറിയിട്ടുണ്ട്, 3.5 ലിറ്ററിലധികം ബ്ലഡ് ദേഹത്തിൽ നിന്ന് പോയിട്ടുണ്ട്. നിങ്ങൾ നേഴ്സുമാരും അത്യാവശ്യം വൈദ്യശാസ്ത്രത്തെ കുറിച്ച് അറിവുള്ളവരുമാണ്. ഇത്രയൊന്നും ബ്ലഡ് പോകണ്ട ഒരു മനുഷ്യന് നിവർന്നു നിൽക്കാൻ പറ്റത്തില്ല. ആമേൻ പറയോ? തലയ്ക്കൊരു ചെറിയ ഇഞ്ചുറി ഉണ്ടായാൽ ബോധക്ഷയം ഉണ്ടാവും, തലകറക്കം ഉണ്ടാവും. അകത്തോട്ട് മുള്ളു കുത്തി കയറി കണ്ണിന്റെ കൃഷ്ണമണി പുറത്തോട്ട് തള്ളിയെന്ന ജോസിഫസ് എഴുതിയേക്കുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ കോമോ സ്റ്റേജിൽ പോകാൻ സാധ്യതയുണ്ട്. 3.5 ലിറ്റർ ബ്ലഡ് പോയിട്ടും ക്രൂശ് എടുത്തവനാണ് നമ്മുടെ കർത്താവ്. ശക്തിയോടെ ഹാലിലേ വന്നു. ഏത് ഹെർക്കുലീൻ ടാസ്കും ഏറ്റെടുത്തവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നീ അനുഭവിക്കുന്ന ഒരു ഭാരവും നിന്നെ ഒതുക്കി കളയുന്നതല്ല. കാര്യം നീ വഹിക്കുന്നവൻ സാധാരണക്കാരനല്ല. വ്യക്തം ചെയ്തെടുക്കട്ടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രസംഗിക്കാൻ. കൈയൊന്ന് നേർക്ക് ദൈവത്തെ ഒന്ന് ശ്രദ്ധിച്ചോ. അങ്ങോട്ട് നടന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് ഇത് എടുത്തിട്ട് വീണ്ടും എഴുന്നേറ്റും വരുന്നത് പറ്റുന്നില്ല. അന്നേരം ഒരുത്തൻ വയലിന്ന് കയറി വരിക. താഴോട്ട് വസ്ത്രം, മുകളിലോട്ട് വസ്ത്രമില്ല. ആഫ്രിക്കൻ വംശജനവൻ, കുറേനക്കാരനായ ശിമോൻ.
ദേഹം മുഴുവൻ ചെളി അവന്റെ. അവൻ കേറി വരുമ്പോ അവിടെ എഴുതിയേക്കെന്നെ നിർബന്ധിപ്പിച്ചു പിടിപ്പിച്ചു. എന്ന് വെച്ചാൽ നീ പിടിച്ചിട്ട് പോയാൽ മതി. സ്തോത്രം പറയാമോ? ഏലിയാവെ ആ പുതപ്പൊന്നിട്ടെ, ഞാൻ നിന്റെ കൂടെ വരാം എന്ന് ഏലീശ അങ്ങോട്ട് ചോദിച്ചില്ല. ചോദിക്കാതെ കിട്ടുന്നതല്ല ഒരു ബ്ലെസ്സിങ്ങാ. ഇവിടെ അങ്ങോട്ട് ചോദിച്ചില്ല, ഞാൻ സപ്പോർട്ട് ചെയ്യട്ടെ ചോദിച്ചില്ല. ചോദിക്കാതെ ഒരു തടി അവന്റെ ചുമലേനാണ്. ദൈവത്തെ സ്തുതിച്ചോ. നിനക്ക് പോലും അറിയാത്തൊരു നിയോഗം നിന്റെ തലയിൽ ഇന്ന് വരും. ഇതാ ഈ മെസ്സേജിന്റെ കാമ്പ്. ശക്തിയോട് രാമൻ പറഞ്ഞു. 2 സെന്റൻസൂടെ പറയാം, എന്നിട്ട് നമുക്ക് ആരാധിക്കാം. ഇവന്റെ ചുമലയിലോട്ട് ഈ തടി വന്നപ്പോ ലോകം മുഴുവനുള്ള പ്രഭാഷകർ ഇന്നും പ്രസംഗിക്കുന്നത് ക്രൂശെടുത്തവന്റെ തലമുറ പ്രസിദ്ധരായിരുന്നു. അങ്ങനെയല്ല. ക്രൂശ് തടിക്കഷ്ണം ഒരു തലമുറയെ പ്രസിദ്ധരാക്കത്തില്ല. പിശാചിന്റെ തന്ത്രമാണ്. പിന്നെ എന്താ ഇതിനകത്തെ മർമ്മം? എന്താ? ഈ തടിയെ യേശുവിന്റെ രക്തം പറ്റി പിടിച്ചിട്ടുണ്ട്. സഹോദരൻ പറ, അവൻ കയറി ചുമല് കൊടുത്തപ്പോ അവന്റെ കറുത്ത തൊലിയിലോട്ട് ഈ തടിയല് രക്തമാ പറ്റിയത്. വയലീന്ന് കയറി വരുന്നവന്റെ ദേഹത്തെ ചെളിയോടൊപ്പം രക്തവും കൂടെ പറ്റി. ചുമന്നുകൊണ്ട് ഗൊൽഗോത്ത ഇട്ടിട്ട് അവനൊരു പോക്ക് പോയി. വീട്ടിൽ ചെന്ന് അവന്റെ പറമ്പിൽ നിന്ന് അവൻ കുളിക്കുമ്പോ ആ രക്തം കൂടെ അവന്റെ പറമ്പിലോട്ട് ഒഴുകി ഇറങ്ങുന്നത്. അവന്റെ പറമ്പിൽ നിന്ന് ഇന്ന് വരെ കർഷകരെ എഴുന്നേറ്റിട്ടുള്ളൂ. പക്ഷെ രക്തം അവന്റെ പാരമ്പര്യത്തെ പൊട്ടിക്കുകയാ. ഓ പരിശുദ്ധാത്മാവ് ശക്തമായി ചിലരോട് പറയുന്നു, നിനക്ക് വിചാരിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നെ ഉപയോഗിക്കുന്ന ദൈവത്തിന്റെ കരം ഇന്ന് രാവിലെ ഇതിനകത്ത് വ്യാപരിക്കുന്നു. ആരാധിക്കുന്ന ദൈവമക്കൾ കരം തട്ടി വാചലിപ്പിച്ച് അന്യഭാഷയുള്ളവർ അന്യഭാഷകളിൽ ചില മിനിറ്റുകൾ ദൈവത്തെ എഴുന്നേറ്റ് നിന്നൊന്ന് ആരാധിക്കാൻ മടിയില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ഒന്ന് ആരാധിച്ചേ. ദൈവത്തിന്റെ അപ്രമേയമായ സാന്നിധ്യം നമ്മുടെ നടുവിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോ ആ സാന്നിധ്യത്തോട് പ്രതികരിക്കാൻ മടിയില്ലാത്തവർ, ആ സാന്നിധ്യത്തോട് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടില്ലാത്തവർ ശബ്ദമുണ്ടാക്കി ദൈവത്തെ ചില മിനിറ്റുകൾ ഒന്ന് ആരാധിച്ചേ. നീ വിചാരിക്കാത്തൊരു നിയോഗത്തിന്റെ പുതപ്പ് ഇന്ന് പകൽ നമ്മുടെ നടുവിൽ വ്യാപരിക്കുന്നു. വയലും വിളിയും ഒരു കണക്റ്റാണെങ്കിൽ ആ വയൽ ദൈവസഭയാണ്. അതിനകത്ത് വരുന്ന വിളി ദൈവ നിയോഗങ്ങളാണ്. നീ വന്നിരിക്കുന്നത് വയലിനകത്ത്. ദൈവരാജ്യം ഒരു വയലാണ്. അതിനകത്തൊരു വിളി വരികയാ, നിയോഗം വരികയാ. നിന്റെ ദേഹത്തേക്ക് ഒരു പുതുനിയോഗത്തിന്റെ പുതപ്പ്. തൊടുന്നു പരിശുദ്ധാത്മാവ്, തൊടുന്നു ശക്തമായി പരിശുദ്ധാത്മാവ്, തൊടുന്നു ശക്തമായി പരിശുദ്ധ